ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എക്സ്എൻവൈ ലേണിംഗ്. സോ നമ്മൾ NSMCൻ്റെ കോച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. NSMC നമുക്കറിയാം, നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്ന എക്സാമാണ്. എക്സ്എൻവൈ ലേണിംഗ് ദ ഹിന്ദു ആയിട്ട് പാർട്ണർ ചെയ്ത് നടത്തുന്ന ഒരു നാഷണൽ ലെവൽ എക്സാമാണ്. സോ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. റൈറ്റ്. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ പുതിയൊരു ചാപ്റ്റർ നമുക്ക് നോക്കി നോക്കാം. ക്ലാസ് 10th മാത്സിലെ ട്രയാങ്കിൾസ് സിമിലാരിറ്റി എന്നുള്ള ഒരു പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. സോ യെസ്, ഇവിടെ നമ്മൾ ബിഫോർ ഗോയിങ് ടു ദ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. സിമിലാരിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളും ട്രയാങ്കിൾസിൽ എങ്ങനെയാണ് സിമിലാരിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുക, അതിനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം നോക്കേണ്ടതുണ്ട്. സോ സിമിലാരിറ്റി എന്ന് വെച്ചാൽ സിമിലർ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സിമിലർ ഫിഗേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് സെയിം ഷേപ്പിലുള്ള ഫിഗേഴ്സിനെ അല്ലെങ്കിൽ സെയിം ഷേപ്പിലുള്ള ട്രയാങ്കിൾസിനെ അതിനെയാണ് നമ്മൾ സിമിലർ ഫിഗേഴ്സ് എന്ന് പറയാം, സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാം. സെയിം സൈസ് ആവണമെന്ന് നിർബന്ധമില്ല. റൈറ്റ്. നമ്മൾ കോൺഗ്രുവൻസി പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്താ, അവിടെ ഈക്വൽ ആയിട്ട് വരണം. രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ, എല്ലാ സൈഡും എല്ലാ ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിട്ട് വരുന്ന കേസിൽ നമ്മൾ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ്, ഈക്വൽ ട്രയാങ്കിൾസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ എന്താക്കണം, സെയിം സൈസ് വരണം എന്നില്ല. അതായത് സൈഡ്സിൻ്റെ സൈസ് സെയിം ആവണം എന്നില്ല. റൈറ്റ്. പക്ഷേ ഷേപ്പ് സെയിം ആയിരിക്കണം. കോൺഗ്രുവൻസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, കോൺഗ്രുവൻസി അല്ല, സിമിലാരിറ്റീൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സർക്കിൾസ് പറയാൻ പറ്റും. റൈറ്റ്. ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു സർക്കിൾ വരച്ചു, ഇനി കുറച്ചുകൂടെ സൈസ് കൂട്ടിയിട്ട് വലിയൊരു സർക്കിൾ വരച്ചു. ഇങ്ങനെ രണ്ട് സർക്കിൾസ് വരച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സർക്കിൾസിൻ്റെയും ഷേപ്പ് സെയിം ആണല്ലോ, സെയിം ഷേപ്പ് അല്ലേ. അപ്പോൾ ഇത് സിമിലർ ഫിഗേഴ്സ് ആണെന്ന് നമ്മൾ പറയും, ഈ രണ്ട് സർക്കിൾസും. അപ്പോൾ എല്ലാ സർക്കിൾസും സിമിലർ ഫിഗേഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിലോ, ഓക്കെ, സർക്കിൾസ് ഞാൻ മാറ്റി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എടുക്കുന്നതാണെന്ന് വിചാരിക്കാം. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ വരച്ചു, ഇനി അതിൻ്റെ പുറത്ത് ഇങ്ങനെ വേറൊരു വലിയ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരച്ചു. അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, രണ്ടും എന്താണ്, ഡിഫറെൻറ്റ് സൈസാണ്, പക്ഷെ ഒരേ ഷേപ്പാണ് അല്ലേ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് ഒരേ ഷേപ്പ് വരാൻ കാരണം എന്താ, എല്ലാ ആംഗിളും ഈക്വൽ ആയതുകൊണ്ടാണ്. റൈറ്റ്. ഒരേ ഷേപ്പ് വരുന്നുണ്ട്. റൈറ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമിലർ ഫിഗേഴ്സിനെ പറയാൻ പറ്റും, ഒരേ ഷേപ്പുള്ള എന്നാൽ ഡിഫറെൻറ്റ് സൈസുള്ള. ഒരേ സൈസ് ആവണമെന്ന് നിർബന്ധമില്ല, ഡിഫറെൻറ്റ് സൈസാണ്, സെയിം ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ ദേ ആർ സിമിലർ ഫിഗേഴ്സ്. ഇതേ ഒരു സംഭവം നമ്മൾ ട്രയാങ്കിളിൽ പറയുമ്പോൾ ദേ ആർ സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റും. ഇനി ട്രയാങ്കിൾസിൽ നമ്മൾ സിമിലർ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, അതിന് നമുക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. കുറച്ച് കണ്ടീഷൻസ് ട്രയാങ്കിൾസിൽ, രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ രണ്ട് ട്രയാങ്കിൾസിൽ കുറച്ച് കണ്ടീഷൻസ് ഓക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇത് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ പറയും. എന്തൊക്കെയാണ് ആ കണ്ടീഷൻസ് എന്ന് നമുക്ക് നോക്കി നോക്കാം. റൈറ്റ്. സോ കണ്ടീഷൻസ് ഫോർ സിമിലാരിറ്റി എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, കണ്ടീഷൻ. യെസ്, കണ്ടീഷൻസ് ഫോർ സിമിലാരിറ്റി. സോ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും, സപ്പോസ് നമുക്ക് ആംഗിൾ. സോ നമ്മൾ കോൺഗ്രുവൻസിയിൽ പഠിക്കുന്നുണ്ട്, സൈഡ് SSS എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്, SAS എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൽ നമുക്ക് പറയാൻ പറ്റും, രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസും, ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഞാൻ എടുത്തു. റൈറ്റ്. ആൻഡ് അനദർ ട്രയാങ്കിൾ ഐ എം ടേക്കിംഗ്. ഇവിടെ രണ്ട് ട്രയാങ്കിളിലും ആംഗിൾസ് എല്ലാം ഈക്വലാണ്. അതായത് ഇവിടെ 90 ഡിഗ്രിയാണ്, രണ്ടാമത്തെ ട്രയാങ്കിൾ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. വേണമെങ്കിൽ നമുക്ക് ട്രയാങ്കിൾസിന് പേര് കൊടുക്കാം, ABC PQR എന്ന് ഞാൻ കൊടുക്കാം. റൈറ്റ്. ABC PQR. സോ ABC PQR എന്നുള്ള രണ്ട് ട്രയാങ്കിൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. എന്നിട്ട് അതിലെ B എന്ന് പറയും, ബിയും ക്യൂവും രണ്ട് ട്രയാങ്കിളിലും ഈക്വൽ ആംഗിൾസ് ആണ്, 90 ഡിഗ്രി വരുന്നുണ്ട്. റൈറ്റ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇതിപ്പോൾ ഞാനൊരു 60 ഡിഗ്രി എടുക്കുകയാണ്, 60 ഡിഗ്രി. ഇവിടെയും ഞാൻ 60 ഡിഗ്രി എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. ദിസ് ആംഗിൾ വിൽ ബി 30 ഡിഗ്രി. സോ നിങ്ങൾ നോക്കുക, രണ്ട് ട്രയാങ്കിൾസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് സൈസ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്, പക്ഷേ എന്തായിട്ട് വരുന്നുണ്ട്, ഒരേ ഷേപ്പിലല്ലേ കിടക്കുന്നത്, ഒരേ ഷേപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസും മറ്റേ ട്രയാങ്കിളിലെ 3 ആംഗിൾസിനോടും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ, ഫസ്റ്റ് ട്രയാങ്കിളിൽ 3 ആംഗിൾസ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾസ് ഇൻ ദി സെക്കൻഡ് ട്രയാങ്കിൾ. ദെൻ ദീസ് ട്രയാങ്കിൾസ് ആർ സിമിലർ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, എ സിമിലാരിറ്റി, 3 ആംഗിൾസും മറ്റേ ട്രയാങ്കിളിലെ 3 ആംഗിൾസും ആയിട്ടും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. റൈറ്റ്. സെക്കൻഡ് കണ്ടീഷൻ നമുക്ക് നോക്കി നോക്കാം, എ സിമിലാരിറ്റി എന്ന് പറയും. എ സിമിലാരിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ഈസിലി നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ആംഗിൾ സിമിലാരിറ്റി. അങ്ങനെ നമ്മൾ പറയാൻ കാരണം എന്താ, ഇപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസ്, ഈ സെയിം ട്രയാങ്കിൾസ്, അല്ലെങ്കിൽ ഞാൻ വേറെ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുകയാണ്. ഓക്കെ, സോ ഡിഫറെൻറ്റ് സൈസിൽ ഒരേ ഷേപ്പിൽ ഞാൻ രണ്ട് ട്രയാങ്കിൾസ് എടുത്തു. ദിസ് ആംഗിൾ ഈസ് 70, ദിസ് ആംഗിൾ ഈസ് എത്ര കൊടുക്കാം, നമുക്കൊരു 60 കൊടുക്കാം, ബാക്കി 50. റൈറ്റ്. സോ അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിളും 70 കൊടുത്തു, 60 കൊടുത്തു, 50 കൊടുത്തു.
സോറി 50 കൊടുക്കുന്നില്ല, നമ്മൾ മൂന്നാമത്തെ ആംഗിൾ അവിടെ കൊടുക്കുന്നില്ല, മൂന്നാമത്തെ ആംഗിൾ ഞാൻ കൊടുക്കുന്നില്ല. സോ നിങ്ങൾ നോക്കുക, ഈ രണ്ട് ട്രയാങ്കിൾസിലും രണ്ട് ആംഗിൾസ് ഈക്വലാണ്. ഈ ഫസ്റ്റ് ട്രയാങ്കിളിൽ 60-70 ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്, റൈറ്റ്? 60-70 ആംഗിൾസ് ഉണ്ട്. സെക്കൻഡ് ട്രയാങ്കിളിലും 60-70 ആംഗിൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കി നോക്കും, മൂന്നാമത്തെ ആംഗിൾ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് വരും? ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആവില്ലേ? കാരണം എന്താ, ഇത് 60യും ഇത് 70യും ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിളും സെയിം, ഇവിടെ 60യും ഇവിടെ 70യും ആണെങ്കിൽ തേർഡ് ആംഗിൾ ഈസ് 50 ഡിഗ്രി, റൈറ്റ്? സോറി 50 ഡിഗ്രി. സോ എന്ത് വരുന്നുണ്ട്? രണ്ട് ആംഗിൾസ് ഈക്വൽ ആയാൽ മാത്രം മതി, അപ്പോൾ തന്നെ മൂന്നാമത്തെ ആംഗിളും ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് എ സിമിലാരിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനും പറയാൻ പറ്റും. എ സിമിലാരിറ്റി ആദ്യം നമ്മൾ പറഞ്ഞു, എ സിമിലാരിറ്റി, പിന്നെ നമ്മൾ ആംഗിൾ സിമിലാരിറ്റി. രണ്ട് ആംഗിൾ മാത്രം ഈക്വൽ ആയിട്ട് വന്നാലും ഈ രണ്ട് ഫിഗേഴ്സും രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്, റൈറ്റ്? കഴിഞ്ഞിട്ടില്ല, ആംഗിളിൻ്റെ മാത്രമല്ല, നമ്മൾ സൈഡ്സിൻ്റെ കേസും നമ്മൾ പറയും, റൈറ്റ്? സൈഡ്സിൻ്റെ കേസിൽ നിങ്ങൾ നോക്കാം, ഇവിടെ ആംഗിൾസ് ഈക്വൽ ആണ് ഈ രണ്ട് ട്രയാങ്കിൾസിനും, അതേപോലെ തന്നെ ഈ രണ്ട് ട്രയാങ്കിൾസും ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി സൈഡ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? സൈഡ്സ് തമ്മിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം എന്ന് വെച്ചാൽ, ഈ സൈഡ്സ് എന്ന് പറയുന്നത് ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ചെറിയ ട്രയാങ്കിളിൽ നിന്ന് വലുതിലേക്ക് പോയപ്പം ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നിന്നും ഈ ചെറിയ ട്രയാങ്കിളിൽ നിന്ന് വലിയ ട്രയാങ്കിളിലേക്ക് പോകുമ്പോൾ ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും വലിയ ട്രയാങ്കിളിലേക്ക് പോയിട്ടുണ്ടാവുക. അങ്ങനെ പറഞ്ഞാൽ എന്താ മീനിങ്? ഒരേ പ്രൊപ്പോർഷനിൽ എന്ന് പറയുമ്പോൾ ഈ സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ രണ്ട് ട്രയാങ്കിൾസിലെയും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ റേഷ്യോസ് ഈക്വൽ ആയിട്ട് വരും. നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ കേസിൽ അല്ലെങ്കിൽ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? സൈഡ്സ് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. ഈ ഒരു കേസിൽ ഈ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്നാണ് നമ്മൾ സിമിലാരിറ്റിൻ്റെ കേസിൽ പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്ക്, കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് നോക്കുക? കറസ്പോണ്ടിങ് സൈഡ്സ് ആണോ എന്ന് ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എന്ന് പറയുന്നത് AC ആണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ട്രയാങ്കിളിൽ AC ഡിവൈഡഡ് ബൈ, ഇനി ഈ ACക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് ട്രയാങ്കിളിലുള്ള സൈഡ് എന്ന് പറയുന്നത് ഏതാ? 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് തന്നെ നിങ്ങൾ നോക്കുക, PR ആണ്. സോ AC/PR എന്ന് പറയുന്ന റേഷ്യോ അതെന്തിനോട് അതിന് ഈക്വൽ ആവുക? നോക്കാം, ഞാൻ 60 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് എടുക്കുന്നു BC, ഇവിടെയും 60ൻ്റെ ഓപ്പോസിറ്റ് എടുക്കുന്നു QR. സോ BC ഡിവൈഡഡ് ബൈ QR. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്താണ്? ആ റേഷ്യോസ്, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോസ് ഈക്വൽ ആവും. അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിൽ ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും സൈഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും. അതൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ സൈഡ്സ് നമ്മൾ പറഞ്ഞു, കറസ്പോണ്ടിങ് സൈഡ്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഒരേ സെയിം ആംഗിൾസ് നോക്കുക. 90 ഡിഗ്രി ആണെങ്കിൽ 90 ഡിഗ്രി നോക്കിയാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് AC, ഇവിടെ 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് PR. അപ്പോൾ AC/PR എന്നുള്ള റേഷ്യോ. ഇനി നെക്സ്റ്റ് നോക്കാം, 60 ഡിഗ്രി ഉണ്ട്, ഇവിടെ 60 ഡിഗ്രി ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് BC, ഇവിടെ QR ആണ്. സോ BC/QR. ഇനി ഒന്നും കൂടെ ഉണ്ടല്ലോ, ദിസ് ഈസ് ഈക്വൽ ടു തേർഡ് സൈഡ് ഏതാ? 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് AB, ഇവിടെ 30 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് PQ. അപ്പോൾ AB/PQ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ഏതാണോ കൺസിഡർ ചെയ്യുന്നത്, ഫസ്റ്റ് ABC ആണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ മുകളിൽ എല്ലായിടത്തും എന്ത് വരണം? AB BC AC BC AB. ഫസ്റ്റ് ട്രയാങ്കിളിലെ സൈഡ്സ് ആണ് നമ്മൾ ന്യൂമറേറ്ററിൽ എല്ലായിടത്തും വരേണ്ടത്. ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ട്രയാങ്കിളിലെ സൈഡ്സും ആണ് വരേണ്ടത്. സോ ആ റേഷ്യോസ് ഈക്വൽ ആയിരിക്കും, ആംഗിൾസും ഈക്വൽ ആയിരിക്കും, റൈറ്റ്? അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ കൃത്യമായിട്ടുള്ള പ്രോപ്പർട്ടീസ് മനസ്സിലാക്കുക. സൈഡ്സ് ഒരേ പ്രൊപ്പോർഷനിലായിരിക്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എങ്ങനെ പറയാം? സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോസ് ഇതേപോലെ ഈക്വൽ ആണ് സിമിലർ ട്രയാങ്കിൾസിൽ. അതേപോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഇനി സിമിലർ ട്രയാങ്കിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക എങ്ങനെയാണ് നമ്മൾ? ആ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത്. എ സിമിലാരിറ്റി, മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും സിമിലർ ട്രയാങ്കിൾസ് ആണ്. രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട്, രണ്ട് ട്രയാങ്കിൾസിൽ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വന്നാൽ എന്തായാലും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഇനിയും കണ്ടീഷൻസ് ഉണ്ട്, നമുക്ക് ആ കണ്ടീഷൻസ് നോക്കി നോക്കാം. സോ മൂന്നാമതൊരു കണ്ടീഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്, ഐ ക്യാൻ സേ SSS ക്രൈറ്റീരിയൻ. നമ്മൾ എ കണ്ടു, ഇനി SSS എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ വിചാരിക്കും SSS എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട്. SSS എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ്, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള രണ്ട് ട്രയാങ്കിൾസ്, അങ്ങനെയാണ് അവിടെ SSS നമ്മൾ പഠിച്ചത്. പക്ഷേ സിമിലാരിറ്റിയിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ മൂന്ന് സൈഡും ഈക്വൽ അല്ല. സിമിലർ ട്രയാങ്കിൾസിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, മൂന്ന് സൈഡല്ല ഈക്വൽ, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ആണ് ഈക്വൽ. സോ ഇവിടെ മൂന്ന് സൈഡ്സിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ പറയും. അതാണ് SSS എന്ന് പറയുന്നത്. സിമിലാരിറ്റിയിൽ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് പറയാം. സോ ഞാൻ രണ്ട് ട്രയാങ്കിൾസ് എടുക്കുകയാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് ഏതെടുക്കാം നോക്കിക്കോ. ഫസ്റ്റ് ട്രയാങ്കിൾ ഞാൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് ഞാൻ എടുക്കുന്നത്. രണ്ട് ട്രയാങ്കിൾസും ഇവിടെ 90 ഡിഗ്രി ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 3, 4 and 5.
ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 6, 8 ആൻഡ് 10. സോ ഈ രണ്ട് ട്രയാങ്കിൾസ് നിങ്ങൾ ചെക്ക് ചെയ്യുക. രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. റൈറ്റ് ആംഗിൾ മാർക്ക് ചെയ്യണമെന്നില്ല, ഞാൻ ജസ്റ്റ് സൈഡ്സ് മാത്രം മാർക്ക് ചെയ്യുകയാണ്. 3, 4, 5 ആൻഡ് 6, 8, 10 എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ്. ഈ രണ്ട് ട്രയാങ്കിൾസിലും എന്തെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? എന്താ പ്രോപ്പർട്ടി നോക്കി നോക്കുക. ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഈ സൈഡ് 3 ആണെങ്കിൽ ഇവിടെ സൈഡ് 6 ആണ്, അതിൻ്റെ ഡബിളായി. ഈ സൈഡ് 4 ആണെങ്കിൽ ഇവിടെ 8 ആണ്, ഡബിളായി. ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 10 ആണ്, ഡബിളായി. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ഒരേ പ്രൊപ്പോർഷനിൽ എല്ലാ സൈഡും ഇൻക്രീസ് ചെയ്യാന്ന് പറയാം. സിമിലാരിറ്റീൻ്റെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ സൈഡ്സും എന്താണ് ഒരേ പ്രൊപ്പോർഷനിലാണ് ഇൻക്രീസ് ചെയ്യുക. ഇത് ഇവിടെ ഒരേ പ്രൊപ്പോർഷനിലാണ് ഇൻക്രീസ് ചെയ്ത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് സൈഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എന്താണ് 3, ഇവിടെയുള്ള കറസ്പോണ്ടിങ് സൈഡ് 6 ആണ്. 3/6 നോക്ക്, 3/6 ദിസ് ഇസ് ഈക്വൽ ടു അടുത്ത കറസ്പോണ്ടിങ് സൈഡ് 4, 8, 4/8 ദിസ് ഇസ് ഈക്വൽ ടു അടുത്ത കറസ്പോണ്ടിങ് സൈഡ് 5, 10, സോ 5/10. സോ നിങ്ങൾ നോക്കുക, ഇതെല്ലാം എന്തിനോട് ഈക്വൽ ആണ്, 1/2 ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾസിലും നമുക്കൊരു പ്രത്യേകത പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ആ പ്രോപ്പർട്ടി? ഈ സൈഡ്സിനെല്ലാം നിങ്ങൾ 2 ഡബിൾ ചെയ്തതാണ് രണ്ടാമത്തെ ട്രയാങ്കിളിലെ സൈഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ട്രയാങ്കിളിലെ സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സിനെ സെക്കൻഡ് ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് സൈഡുമായിട്ടുള്ള റേഷ്യോ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ റേഷ്യോസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റും ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ്, സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മൂന്നാമതൊരു കണ്ടീഷൻ നമ്മൾ പഠിച്ചു. റൈറ്റ്, നാലാമതൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. SAS എന്നാണ് നമ്മൾ പറയാം. കോൺഗ്രുവൻസിൻ്റെ കേസിൽ നമ്മൾ SAS പഠിച്ചത് രണ്ട് സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും എല്ലാം ഈക്വൽ ആയിട്ട് വരണം. രണ്ട് ട്രയാങ്കിൾസിൽ രണ്ട് സൈഡ്സ് ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആയിട്ട് വരണം. റൈറ്റ്, പക്ഷേ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, രണ്ട് ട്രയാങ്കിൾസിൽ രണ്ട് സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് ഉണ്ടാവുമല്ലോ മറ്റേ ട്രയാങ്കിൾസിൽ. ഈ രണ്ട് സൈഡ്സിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സുമായിട്ടുള്ള റേഷ്യോ ഈക്വൽ ആയിട്ട് വരണം, ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആയിട്ട് വരണം. സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വന്നാൽ മതി, പക്ഷേ ഇൻക്ലൂഡഡ് ആംഗിൾ അത് അതേപോലെ ഈക്വൽ ആയിട്ട് വരണം. യെസ്, ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഇവിടെ ഇപ്പം ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4 ആൻഡ് 6. ഹിയർ ഇഫ് ഐ ആം ഗിവിങ് 8 ആൻഡ് 12 ആൻഡ് ദ ആംഗിൾ ഈസ് 70 ഡിഗ്രി. ഹിയർ ഇറ്റ് ഈസ് 70 ഡിഗ്രി. സോ ഇങ്ങനെയാണ് കേസ് എന്ന് വിചാരിക്കുക. ഫസ്റ്റ് ട്രയാങ്കിളിൽ 4, 6 ആണ് രണ്ട് സൈഡ്സ്, അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത് 70 ഡിഗ്രി. രണ്ടാമത്തെ ട്രയാങ്കിളിൽ 8, 12 ആണ് രണ്ട് സൈഡ്സ്, അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്താണ്, 70 ഡിഗ്രി. സോ ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്താ, 4/8. ഈ ഒരു ട്രയാങ്കിൾ ഈ സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ ട്രയാങ്കിളിലുള്ള സൈഡ് ഇതാണ്, 4/8 ഈക്വൽ ടു ഇവിടെയുള്ള സൈഡ് 6 ആണ്, ഇവിടെ 12 ആണ്, 6/12. 4/8 6/12 എല്ലാം 1/2 ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അതായത് ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോനോടും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് അല്ലേ. 4/8 6/12 ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ്. സോ SAS ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പറയാൻ പറ്റും. യെസ്, അപ്പോൾ അത് ക്ലിയർ ആണ്. ഓക്കെ, സോ യെസ്, ഓക്കെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കണ്ടീഷൻ നമ്മളുടെ മൈൻഡിൽ വേണം അല്ലേ. രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ ഇതുപോലെ എഴുതാൻ പറ്റണം. നമ്മൾ എങ്ങനെയാണ് സൈഡ്സിൻ്റെ റേഷ്യോ എഴുതാമെന്ന് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. ഈക്വൽ ആംഗിൾസ് നിങ്ങൾ നോക്കി നോക്കുക. ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡ് എടുക്കുക. 90 ഡിഗ്രി ആണെങ്കിൽ AC എടുക്കുക, ഇവിടെയുള്ള 90 ഡിഗ്രി ആണെങ്കിൽ PR എടുക്കുക, AC/PR കൊടുക്കുക. അതേപോലെ ഓരോ ആംഗിളിലും നോക്കിയിട്ട് സൈഡ്സിൻ്റെ റേഷ്യോ നമുക്ക് എഴുതാൻ പറ്റണം. യെസ്, അപ്പോൾ അത് ക്ലിയർ ആണ്. ഇനി അതേപോലെ തന്നെ സിമിലർ ട്രയാങ്കിൾസിൽ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെങ്കിൽ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും അറിയാം, സൈഡ്സിൻ്റെ റേഷ്യോനെ സ്ക്വയർ ചെയ്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് രണ്ട് ട്രയാങ്കിൾസ് നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഏരിയാസിൻ്റെ റേഷ്യോ. ഇപ്പം ഞാനിപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താണെന്ന് പറയാൻ പറ്റും, AC/PR ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. അതായത് ഏരിയാസിൻ്റെ രണ്ട് സിമിലർ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സൈഡ്സിൻ്റെ റേഷ്യോ, ആ രണ്ട് ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് സൈഡ്സിൻ്റെ റേഷ്യോ ഉണ്ടല്ലോ, ആ റേഷ്യോനെ സ്ക്വയർ ചെയ്തതാണ് എന്ത്, ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. നമുക്ക് വേണേൽ AC/PR ഹോൾ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ദിസ് ഇസ് ഈക്വൽ ടു BC/QR ഹോൾ സ്ക്വയർ എന്ന് പറയാം, അതും കറക്റ്റാണ്. അല്ലെങ്കിൽ എന്ത് പറയാം, AB/PQ ഹോൾ സ്ക്വയർ. കാരണം ഇതൊക്കെ എന്താ, ഈ റേഷ്യോസ് എല്ലാം ഈക്വൽ ആണല്ലോ, സൈഡ്സിൻ്റെ റേഷ്യോസ്
AB/PQ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. യെസ്, അപ്പോൾ ആ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഈ ഒരു ട്രയാങ്കിൾസ് ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല എന്ന് മനസ്സിലാക്കുന്നു. കാരണം നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ് എന്ത് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. സപ്പോസ് ഇങ്ങനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറം എങ്ങനെ പറയാം? ഇപ്പോൾ ABC എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഈ ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും. റൈറ്റ്, ഞാൻ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ. സോ നിങ്ങൾ നോക്കി നോക്കുക, ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുമ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഇതാണ് എന്ത് പൈതഗോറസ് തിയറം പറയുന്നത് അല്ലേ? നമ്മളെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട കുറച്ച് തിയറി കാര്യങ്ങളെന്ന് പറയുന്നത്. റൈറ്റ്, നമുക്ക് അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി നോക്കാം. ഓക്കെ, 2 figures are similar if they have the same shape but not necessarily the same. 2 ഫിഗേഴ്സ് സിമിലർ ആണ്, അവർക്ക് സെയിം ഷേപ്പ് ആണ്, ബട്ട് നോട്ട് നെസസറിലി ദ സെയിം. സെയിം ഷേപ്പ് ആണ് എന്നിട്ട് നോട്ട് നെസസറിലി ദ സെയിം എന്ന് പറയുമ്പോൾ സെയിം ഷേപ്പ് ആവണമെന്ന് നിർബന്ധമുണ്ട്, പക്ഷേ സെയിം എന്താവണമെന്ന് നിർബന്ധമില്ല, സെയിം സൈസ് ആവണമെന്ന് നിർബന്ധമില്ല. റൈറ്റ്, അതല്ലേ നമ്മളുടെ ആൻസർ വരേണ്ടത്, സെയിം സൈസ് ആവണമെന്ന്. നോട്ട് നെസസറിലി ദ സെയിം സൈസ് എന്നാണ് നമുക്ക് ആൻസർ വരേണ്ടത്. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. സെയിം ആംഗിൾസ് ആണല്ലോ, സെയിം ആംഗിൾസ് ആണ്, സോ ഇത് ആൻസർ ആവില്ല. സെയിം നമ്പർ ഓഫ് സൈഡ്സും സെയിം പ്രൊപ്പോർഷൻസ് ഒക്കെയാണ്, സോ സെയിം സൈസ് ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ട്രയാങ്കിൾ ABC, D on AB and E on AC with DE is parallel to BC if AD equal to X, DB equal to X minus 2, AE is equal to X plus 2 and EC is equal to X minus 1, then X equal to. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറയുന്നതാണ്. റൈറ്റ്, സോ അതും കൂടെ ഞാൻ പറയാം. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ട്രയാങ്കിളിൽ ഒരു തിയറം പഠിക്കുന്നുണ്ട്. റൈറ്റ്, ആ തിയറം എന്താണെന്ന് വെച്ചാൽ, യെസ്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ആൻഡ് ഇങ്ങനെ ഒരു ലൈൻ ഞാൻ വരച്ചു. എങ്ങനെയാണ് ഞാൻ ലൈൻ വരയ്ക്കുന്നത്? ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ BC എന്ന സൈഡ് കണ്ടല്ലോ, എല്ലാവരും BC എന്നുള്ള സൈഡ് കണ്ടു. ഈ BC എന്നുള്ള സൈഡിന് പാരലായിട്ട് ഞാനിതാ ഇങ്ങനൊരു ലൈൻ വരയ്ക്കുകയാണ്. BCക്ക് പാരലായിട്ട് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ ഏതാണ്? BCക്ക് പാരലായിട്ട് ഞാൻ DE എന്നുള്ള ലൈൻ വരച്ചു. ഇങ്ങനെ ഞാനൊരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ വരച്ചു. ട്രയാങ്കിളിൽ ഒരു ട്രയാങ്കിളിലെ 2 സൈഡ് കൂടെ ഞാൻ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. എങ്ങനെയാണ് വരയ്ക്കുന്നത്? മൂന്നാമത്തെ സൈഡിന് പാരലായിട്ട് ഞാൻ ഈ 2 സൈഡിലൂടെ ഒരു ലൈൻ വരച്ചു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു അറിയാം? ഈ ലൈന് ഈ സൈഡ്സിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഈ ലൈന് ഈ സൈഡ്സിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഉണ്ടല്ലോ, അത് ഈക്വൽ ആയിരിക്കും. അത് ഏതാണ് റേഷ്യോ? AD/DB ഈസ് ഈക്വൽ ടു AE/EC എന്ന് പറയാൻ പറ്റും. AD/DB ഈസ് ഈക്വൽ ടു AE/EC, അതായത് AD/DB ഈക്വൽ ടു AE/EC ആണ്. ഈ സൈഡ്സിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. യെസ്, ഈസി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എങ്ങനെ ആയിരിക്കണം കണ്ടീഷൻ? ഈ മൂന്നാമത്തെ സൈഡിനോട് പാരലായിട്ടാണ് ഈ ലൈന് പോകേണ്ടത്. ഈ ലൈന് ബാക്കി 2 സൈഡ്സിനെയും കട്ട് ചെയ്തിട്ട് പോകണം. അങ്ങനെയാണെങ്കിലാണ് അവിടെ റേഷ്യോ നമുക്ക് പറയാൻ പറ്റുക. റൈറ്റ്, അങ്ങനെ കട്ട് ചെയ്ത് പോകുന്നുണ്ട്, മൂന്നാമത്തെ സൈഡിന് പാരലാണ് എന്നുണ്ടെങ്കിൽ AD/DBയും AE/ECയും ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് നേരെ തിരിച്ചും പറയാം കേട്ടോ. അതായത് ഒരു ട്രയാങ്കിളിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, എന്താണ് പാരലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു ട്രയാങ്കിളിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈന് ഈ 2 സൈഡ്സിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു ലൈൻ ഇങ്ങനെ ഉണ്ട്, ആ ലൈൻ ഈ 2 സൈഡ്സിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഇതുപോലെ ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ DE എന്ന് പറയുന്ന ലൈനും BC എന്ന് പറയുന്ന ആ ഒരു സൈഡും പാരലാന്ന് പറയാൻ പറ്റും. ആദ്യം നമ്മളെന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു BCയും DEയും പാരലൽ ആണെങ്കിൽ ഈ സൈഡ്സിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ കോൺവേഴ്സ് പറഞ്ഞു, തിരിച്ചു പറഞ്ഞു. ഈ 2 സൈഡ്സിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഈ 2 ലൈനും പാരലൽ ആയിരിക്കും എന്ന് പറഞ്ഞു. ഈസി കോൺസെപ്റ്റ് ആണ്, ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കി വെക്കാം. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇത് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇൻ ട്രയാങ്കിൾ ABC, D on AB, D എന്ന് പറയുന്നത് ABയിലാണ്. സോ ഞാൻ ABC എന്നുള്ള ഒരു ട്രയാങ്കിൾ വരച്ചു. ABC, D എന്ന് പറയുന്ന പോയിന്റ് ABയിലാണ്. സോ ABയിൽ ഞാനൊരു D വരച്ചു. ആൻഡ് E on AC എന്ന് പറയുന്ന സൈഡിൽ ഞാൻ E വരച്ചു.
ആൻഡ് ഡി ഇ ഈസ് പാരലൽ ടു ബി സി. സോ ഡി ഇ എന്ന് പറയുന്ന ഈ ലൈന് ബി സിക്ക് പാരലാണ്. ഡി ഇയും ബി സിയും പാരലാണ്. അങ്ങനെ പാരലായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ നേരത്തെ എന്ത് പഠിച്ചിട്ടുണ്ട്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തും പറയാം, ബി പി ടി എന്ന് ഷോർട്ട് ഫോം ആക്കിയിട്ട് ബി പി ടി എന്ന് പറയാറുണ്ട് കേട്ടോ. അതേപോലെ ഞാൻ പറഞ്ഞു, തിരിച്ച് നമ്മൾ പറയും എന്ത്, ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവർ ഈ രണ്ട് ലൈനും പാരലാന്ന് നമ്മൾ കോൺവേഴ്സ് പറഞ്ഞല്ലോ, തിരിച്ചു പറഞ്ഞല്ലോ. അതിന് നമ്മൾ കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അല്ലെങ്കിൽ CBPT എന്ന് പറയും. യെസ്, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. യെസ്, ഇങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ പറഞ്ഞത്? ഡി ഇ പാരലൽ ബി സി എന്ന് തന്നിട്ടുണ്ട്. സോ സൈഡ്സിൻ്റെ റേഷ്യോ ഒബ്വിയസ്ലി ഈക്വൽ ആയിരിക്കും. എ ഡി ഈക്വൽ ടു എക്സ്, എ ഡി എന്ന് പറയുന്ന ലെങ്ത് എക്സ് ആണ്. ഡി ബി ഈക്വൽ ടു x-2, ഡി ബി എന്ന് പറയുന്നത് x-2 ആണ്. എ ഇ ഈസ് ഈക്വൽ ടു x+2, എ ഇ എന്ന് പറയുന്നത് x+2 ആണ്. ഇ സി ഈസ് ഈക്വൽ ടു x-1. സോ നിങ്ങൾക്ക് എക്സിൻ്റെ ടേംസിൽ ഇവിടെ ഈ സൈഡ്സിൻ്റെ എ ഡി എന്ന് പറയുന്ന ലെങ്ത്തും ഡി ബി പറയുന്ന ലെങ്ത്തും എ ഇ എന്ന് പറയുന്ന ലെങ്ത്തും ഇ സി എന്ന് പറയുന്ന ലെങ്ത്തൊക്കെ എക്സിൻ്റെ ടേംസിൽ നമുക്ക് തന്നിട്ടുണ്ട്. റൈറ്റ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് പറഞ്ഞത്, അതായത് എ ഡി ഡിവൈഡ് ബൈ ഡി ബി എന്ന് പറയുന്നത്. എ ഡി ബൈ ഡി ബി എന്ന് പറഞ്ഞാൽ ഈ എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ആണ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. റൈറ്റ്, എ ഇ ബൈ ഇ സി. സോ എ ഡി ബൈ ഡി ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഡി ബൈ ഡി ബി എന്ന് പറയുമ്പോൾ എക്സ് ഡിവൈഡ് ബൈ x-2. ദിസ് ഇസ് ഈക്വൽ ടു അല്ലേ എക്സ് ബൈ x-2. ഇവിടെ x+2 ബൈ x-1 എന്ന് വരും. x+2 ഡിവൈഡ് ബൈ x-1. ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഈ ഇക്വേഷന് നിങ്ങൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് സോൾവ് ചെയ്ത് നോക്കുക. എങ്ങനെ സോൾവ് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. ഇവിടെ ഫസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x എന്ന് വരും. x ഈക്വൽ ടു, പിന്നെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക x-2 x+2 അല്ലെങ്കിൽ x+2 x-2. സോ സോൾവ് ചെയ്യുക. x റൈറ്റ്, x² ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. x², x × -1 -x. ദിസ് ഇസ് ഈക്വൽ ടു x+2 × x-2 എന്ന് പറഞ്ഞാൽ ഏത് ഫോമില? a + b × a - b ഫോമിലല്ലേ? a + b × a - b എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? a² - b² ആണ്. അപ്പോൾ x+2 × x-2 എന്ന് പറയുമ്പോൾ x² - 2² എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനൊന്നുകൂടെ ഞാൻ x² - x ഈക്വൽ ടു x² - 4 എന്ന് വരും. സോ x² x² ക്യാൻസൽ ആവും. -x ഈക്വൽ ടു -4 എന്ന് വരും. ആ മൈനസും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? x ഈക്വൽ ടു 4 എന്നുള്ള ഒരു ഫൈനൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. എക്സ് ഓപ്ഷൻ സി 4 ആണ് നമ്മളുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. സോ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എന്താണ്, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ട്രയാങ്കിൾ എ ബി സി ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ എ ബി ആൻഡ് എ സി സച്ച് ദാറ്റ് ഡി ഇ ഈസ് പാരലൽ ടു ബി സി. ഇഫ് എ ഡി ബൈ ഡി ബി ഈക്വൽ ടു 3/4, എ സി ഈക്വൽ ടു 14, ദെൻ എ ഇ ഈക്വൽ ടു. സോ ഇവിടെ നിങ്ങൾ നോക്കി നോക്കാം, ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്, നിങ്ങൾ ജസ്റ്റ് ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ ബി സി എന്നുള്ളൊരു ട്രയാങ്കിൾ ഉണ്ട്. സോ എ ബി സി എടുക്കുന്നു. ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ എ ബി ആൻഡ് എ സി. ഇപ്പോൾ എ ബിയിൽ ഞാൻ ഡി എന്നുള്ള പോയിന്റും എ സിയിൽ ഞാൻ ഇ എന്നുള്ള പോയിന്റും എടുത്തു. ഡി ഈസ് പാരലൽ ടു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മുടെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ തന്നെ ഡി ഇ എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും പാരലലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് എ ഡി ബൈ ഡി ബി ഈക്വൽ ടു 3/4, എ ഡി ബൈ ഡി ബി തന്നിട്ടുണ്ടല്ലോ, എ ഡി ബൈ ഡി ബി ഈക്വൽ ടു 3/4, എ സി ഈക്വൽ ടു 14. എ സി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്, എ സി എന്ന് പറഞ്ഞാൽ ഏതാ? ഈ ഒരു ടോട്ടൽ ലെങ്ത് ആണ്, അത് 14 ആണ്. സോ എ സി ഈക്വൽ ടു 14. ദെൻ എ ഇ ഈക്വൽ ടു, എ ഇ എത്രയാണെന്നാണ് ചോദിച്ചത്? എ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ നമുക്ക് എ ഇ കണ്ടുപിടിക്കാൻ എ ഡി ബൈ ഡി ബി തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു സൈഡിലുള്ള ലെങ്ത് തന്നത് എന്താണ്? എ സി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്താണ് തന്നത്. സോ എ ഡി ബൈ ഡി ബി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വലാണ്? എ ഡി ബൈ ഡി ബി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ ഡി ഇയും ബി സിയും പാരലലാണ്. അതുകൊണ്ട് തന്നെ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എ ഡി ബൈ ഡി ബി ഈക്വൽ ടു എ ഇ ബൈ ഇ സി ആണല്ലോ. എ ഇ ബൈ ഇ സി ആണല്ലോ. ദിസ് ഈസ് ഈക്വൽ ടു 3/4. അപ്പോൾ എ ഇ ബൈ ഇ സി ഈക്വൽ ടു 3/4. ഇതിൽ നമുക്ക് എ ഇ ഏതാ ചോദിച്ചത്? എ ഇ ആണ് ചോദിച്ചത്. അപ്പോൾ എ ഇ ബൈ ഇ സി എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഇവിടെ നമുക്ക് ഇ സി അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? എ ഇ കിട്ടും അല്ലേ? ഇ സി നമുക്ക് അറിയാമെങ്കിൽ എ ഇ കിട്ടും. കാരണം എന്താ? എ ഇ ബൈ ഇ സി എന്ന് പറഞ്ഞാൽ 3/4 ആണ്. പക്ഷേ ഇ സി അല്ല നമുക്ക് തന്ന്, ഏതാ തന്ന്? എ സി ആണ് തന്നത്. അപ്പോൾ എ സിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ഇ കണ്ടുപിടിക്കണം. എ സിന്ന് എങ്ങനെയാണ് എ ഇ കണ്ടുപിടിക്കാൻ നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ ഇങ്ങനെ ടോട്ടൽ ലെങ്ത് ആണ് നിങ്ങൾ തന്നതെങ്കിൽ നമുക്കറിയാം എ ഇ പ്ലസ് ഇ സി ആണ് എന്ത്? എ ഇ പ്ലസ് ഇ സി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? എ ഇ കിട്ടുക.
എന്താ ചെയ്യുക, എ ഇ പ്ലസ് ഇ സി ചെയ്യുമ്പോഴാണ് നമുക്ക് എ ഇ എ സി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്, എ സി എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് കിട്ടുക. റൈറ്റ്, എ ഇ പ്ലസ് ഇ സി ആണ് എ സി എന്ന് പറയുന്ന ലെങ്ത്. സോ ഈ ഇക്വേഷൻ ഈ എ ഇ ബൈ ഇ സി, എ ഇ ബൈ ഇ സി എന്ന് നമ്മൾ എന്താക്കണം, എ ഇ പ്ലസ് ഇ സി ഉണ്ടാക്കണം. എന്നിട്ട് എ സി അവിടെ ഉണ്ടാക്കണം, എ സി ക്രിയേറ്റ് ചെയ്യണം. റൈറ്റ്, ലൈക്ക് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. എ ഇ ബൈ ഇ സി എന്ന് പറഞ്ഞാൽ 3/4 ആണല്ലോ. സോ എ ഇ ബൈ ഇ സി എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അതേപോലെ തന്നെ നമുക്കറിയാം എ ഇ പ്ലസ് ഇ സി എന്ന് പറഞ്ഞാൽ എ സി ആണ്. എ ഇ പ്ലസ് ഇ സി എന്ന് പറഞ്ഞാൽ എ സി ആണ്. സോ എ ഇ പ്ലസ് ഇ സി നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിലാണ് ഈ ഇക്വേഷനിൽ എ സി എന്നുള്ളൊരു ടേം വരിക. അപ്പോൾ എ സിനെ നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ റെസിപ്രോക്കൽ ഞാൻ എടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. കാരണം എനിക്ക് എ ഇനെ എനിക്ക് ആവശ്യമുണ്ട്, എ ഇ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഇനെ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ അതിനെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോവാണ്, റെസിപ്രോക്കൽ എടുക്കുകയാണ്. എന്താ ചെയ്യുന്നത് നോക്കിക്കോ, ഇ സി ബൈ എ ഇ ഈസ് ഈക്വൽ ടു 3/4. ഇ സി ബൈ എ ഇ എന്ന് പറയുമ്പോൾ 3/4. ഇനി നോക്കുക, ഞാൻ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും ഞാൻ +1 കൊടുക്കുകയാണ്, ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും. അപ്പോൾ ഇ സി ബൈ എ ഇ എന്ന് പറയുമ്പം ഇവിടെ ഞാനൊരു +1 കൊടുത്തു. അതേപോലെ തന്നെ ഇക്വേഷന് ചേഞ്ച് ഒന്നും വരാതിരിക്കാൻ റൈറ്റ് സൈഡിലും RHSലും ഞാൻ എന്ത് കൊടുത്തു, ഒരു +1 കൊടുത്തു. ഇനി നോക്കുക, ഈ ഒരു സൈഡ് നിങ്ങൾ ചെയ്ത് നോക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 1 × എ ഇ പ്ലസ് ഇ സി എന്ന് വരും. സോ എന്താ വരിക, ഇ സി പ്ലസ് എ ഇ ഡിവൈഡഡ് ബൈ എ ഇ എന്ന് വരുമല്ലോ. റൈറ്റ്, നമ്മൾ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ പ്ലസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് വരും, ഇ സി പ്ലസ് എ ഇ ഡിവൈഡ് ബൈ എ ഇ എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു 3/4 + 1 എത്രയാണ്, 4 + 3 എന്ന് വരും. ദാറ്റ് ഈസ് 7/4 എന്ന് വരും. റൈറ്റ്, 7/4. സോ നിങ്ങൾ നോക്കുക, ഇ സി പ്ലസ് എ ഇ ഡിവൈഡ് ബൈ എ ഇ ഈക്വൽ 7/4. ഇനി നോക്കി നോക്ക്, ഇ സി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എന്താ, എ ഇ പ്ലസ് ഇ സി ആണ്. അത് എന്തിനോട് ഈക്വൽ ആണ്, എ സിനോട് ഈക്വൽ ആണ്. അപ്പോൾ എവിടെ എ സി വന്നു, ഈ ന്യൂമറേറ്ററിൽ എ സി വന്നല്ലോ, ഡിനോമിനേറ്ററിൽ എ ഇയും ഉണ്ടല്ലോ. റൈറ്റ്, സോ അതിന് ന്യൂമറേറ്ററിൽ എ സി വന്നു, ഡിനോമിനേറ്ററിൽ എ ഇ ഉണ്ട്. സോ എ സി ബൈ എ ഇ ഈക്വൽ ടു 7/4. ഇപ്പോൾ നമ്മളിവിടെ ആരെ കൊണ്ടുവന്നു, എ സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. എ സി ആണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ. എ സി നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 14 ആണ്. സോ എ സി കിട്ടി. ഇനി നമുക്ക് എ ഇ കണ്ടുപിടിച്ചാൽ പോരെ, ഈസി അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷനെ ഒന്ന് റെസിപ്രോക്കൽ എടുക്കുകയാണ്. എ ഇ ഡിവൈഡ് ബൈ എ സി ഈസ് ഈക്വൽ ടു 4/7. എ ഇ ബൈ എ സി ഈക്വൽ ടു 4/7. ഇനി എ ഇ ഈക്വൽ ടു 4/7 ഇൻറ്റു എ സി. എ സി എത്രയാണ്, 4/7 ഇൻറ്റു എ സി എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പോൾ 4/7 ഇൻറ്റു 14, 14ഉം 7ഉം ക്യാൻസൽ, 2 എന്ന് കിട്ടും. 2 × 4 എന്ന് പറയുമ്പോൾ 8 ആണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരിക. എ ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുക, എ ഇ ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, വിച്ച് ഈസ് ഓപ്ഷൻ ബി. യെസ്, ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണം കേട്ടോ. സോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വേണമെങ്കിൽ വളഞ്ഞൊക്കെ നമുക്ക് ചോദിക്കാം ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമ്മൾ ആൻസർ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫുൾ ലെങ്ത് ആണ് തന്നിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യെസ്, അത് ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ സൈഡ്സ് എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി ഓഫ് എ ട്രയാങ്കിൾ എ ബി സി and AD equal to 8 cm, DB is equal to 12 cm, AE is equal to 6 cm, EC is equal to 9 cm, then BC is equal to. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതേപോലെ തന്നെ നേരത്തെ നമ്മൾ വരച്ച പോലെ തന്നെ ഇങ്ങനെ ഏത് ജോമെട്രി ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ആദ്യം ഒരു റഫ് ഫിഗർ ആദ്യം വരയ്ക്കാം. റൈറ്റ്, സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഫിഗർ ആദ്യം വരയ്ക്കാം അല്ലേ. സോ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡി ആൻഡ് ഇ ആർ പോയിന്റ്സ് ഓൺ എ ബി ആൻഡ് എ സി റെസ്പെക്റ്റീവ്ലി ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി ഉണ്ടല്ലോ, വരച്ചോ ട്രയാങ്കിൾ എ ബി സി. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിന് ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ ഡി ആൻഡ് ഇ എന്ന് പറയുന്ന പോയിന്റ്സ് എ ബി ആൻഡ് എ സി എന്നുള്ള സൈഡിലാണ്. അപ്പോൾ എ ബി എന്നുള്ള സൈഡിൽ ഞാൻ ഡി എടുത്തു, എ സി എന്നുള്ള സൈഡിൽ ഞാൻ ഇ എടുത്തു. ഓക്കെ, ആൻഡ് എ ഡി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. എ ഡി 8 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എ ഡി 8 സെൻറ്റിമീറ്റർ ആണ്. ഡി ബി 12 സെൻറ്റിമീറ്റർ ആണ്. ഡി ബി 12 സെൻറ്റിമീറ്റർ. എ ഇ 6 സെൻറ്റിമീറ്റർ. ഇ സി ഇസ് 9 സെൻറ്റിമീറ്റർ. സോ ഞാൻ ആ ലെങ്ത് എല്ലാം മാർക്ക് ചെയ്തു. എ ഡി 8, ഡി ബി 12, എ ഇ 6, ഇ സി 9. ദെൻ ബി സി ഈസ് ഈക്വൽ ടു, ബി സി എന്നുള്ള ഈ സൈഡ് എത്രയാണെന്ന് ചോദിച്ചത്. ബി സി എങ്ങനെ കണ്ടുപിടിക്കുക, നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ആണ്. റൈറ്റ്, പക്ഷേ ഇവിടെ ഈ മൂന്നാമത്തെ സൈഡിനെ പറ്റി നമ്മൾ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഇവിടെയാണ് ആര് വരുന്നത്, സിമിലാരിറ്റി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ആ സിമിലാരിറ്റി ഇങ്ങോട്ടേക്ക് കടന്നു വരും. എങ്ങനെയാണെന്ന് നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം നിങ്ങൾ നോക്കുക, ഈ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡി ആൻഡ് ഇ ഞാൻ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഡി ഇ ഞാൻ കണക്ട് ചെയ്തു കേട്ടോ. ഡി ഇ കണക്ട് ചെയ്യുമ്പോൾ ഈ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത്, എ ഡി ബൈ ഡി ബി. എ ഡി ബൈ ഡി ബി എന്ന് പറയുന്നത് എന്താ, 8/12 ആണ്.
is equal to 8/12 which is equal to 8/12 എന്ന് പറയുമ്പോൾ 2/3 ആണ് അല്ലേ, 2/3 ആണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും AE/EC എന്ന് പറയുമ്പോൾ എന്താ 6/9 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 2/3. അങ്ങനെയാണെങ്കിൽ നോക്കുക AD/DBയും AE/ECയും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. AD/DB ഈക്വൽ ടു AE/EC. അപ്പോൾ നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറഞ്ഞപ്പോൾ നമ്മളൊരു കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറഞ്ഞിരുന്നു. അതായത് ഈ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ലെങ്ത്തും ഈ രണ്ട് സൈഡും പാരലൽ ആണ്, അല്ലെങ്കിൽ ഈ DEയും BCയും പാരലൽ ആണ്. സോ ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം യൂസ് ചെയ്തുകൊണ്ട് ബൈ converse of basic proportionality theorem we can say that DE is parallel to BC. DE is parallel to BC. ഇങ്ങനെയാണ് നമുക്ക് DE BCയും പാരലൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. DEയും BCയും പാരലൽ ആണെന്ന് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആദ്യം നമ്മൾ അങ്ങനെയൊന്നും അസ്യൂം ചെയ്യാൻ നിൽക്കരുത്. ആദ്യം എന്താണ് ഈ രണ്ട് സൈഡും രണ്ട് DEയും BCയും പാരലൽ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറത്തിൻ്റെ കോൺവേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു DEയും BCയും പാരലൽ ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി മൂന്നാമത്തെയും BC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. റൈറ്റ്, BC ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ നോക്കാം, ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇത് രണ്ടും പാരലൽ ആണെന്ന് കിട്ടിയല്ലോ. പാരലൽ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പാരലൽ ലൈൻസിൽ ഒരു ട്രാൻസ്വേഴ്സിൽ വരയ്ക്കുകയാണെങ്കിൽ രണ്ട് പാരലൽ ലൈൻസിൽ ഒരു ട്രാൻസ്വേഴ്സിൽ ഇങ്ങനെ വരച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരും. അതായത് ഈ ഒരു ആംഗിളും ഈ രണ്ട് പാരലൽ ലൈൻസിൻ്റെ ട്രാൻസ്വേഴ്സിൻ്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. രണ്ട് പാരലൽ ലൈൻസിൻ്റെ ട്രാൻസ്വേഴ്സിലുണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ഈ രണ്ട് ആംഗിൾസും എന്താണ്? ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. അതേപോലെ തന്നെ ഈ രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്, ഇവിടെ ഒരു ട്രാൻസ്വേഴ്സിലുണ്ട്, ഇതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. സോ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു ദിസ് ആംഗിൾ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ADE എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ഒന്ന് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും. ആ രണ്ട് ട്രയാങ്കിൾസും നിങ്ങൾ നോക്കാം. ആ രണ്ട് ട്രയാങ്കിൾസിലും രണ്ട് ആംഗിൾ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഒന്ന് റീഡ്രോ ചെയ്ത് തരാം. നമുക്കറിയാം ADE എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്, ADE റൈറ്റ്. അതേപോലെ തന്നെ വലിയൊരു ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന വലിയ ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ്. സോ ആ വലിയ ട്രയാങ്കിൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ABC. സോ നിങ്ങൾ നോക്കുക, ഞാൻ ഈ ADEനെയും ABCനെയും സെപ്പറേറ്റ് ചെയ്ത് വരച്ചു. ഓക്കെ, ഇനി നമുക്കറിയാം ഈ D എന്നുള്ള ആംഗിളും B എന്നുള്ള ആംഗിളും ഈക്വൽ ആണ്. അത് ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഓരോ ലൈൻ ഇങ്ങനെ കൊടുത്തത്. ഇവിടെ ഞാൻ ഡബിൾ ലൈൻ കൊടുക്കുന്നുണ്ട്. Eയും Cയും ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡബിൾ ലൈൻ കൊടുത്തു. സോ ഈ രണ്ട് ട്രയാങ്കിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസിലും രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. സോ വി ക്യാൻ സേ ബൈ AA സിമിലാരിറ്റി. നമ്മൾ സിമിലാരിറ്റീൻ്റെ കണ്ടീഷൻ പഠിച്ചപ്പോൾ കുറച്ച് കണ്ടീഷൻസ് ഓക്കെ ആയിട്ട് വരികയാണെങ്കിൽ ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, റൈറ്റ്. അങ്ങനെ ഒരു കണ്ടീഷനാണ് AA സിമിലാരിറ്റി. രണ്ട് ആംഗിൾസ്, ഒരു ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസും രണ്ടാമത്തെ ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസിനോടും ഈക്വൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് ആണ്. സോ സിമിലാരിറ്റി നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ട്രയാങ്കിൾ ADE ഈസ് സിമിലർ ടു, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. നമ്മൾ കോൺഗ്രുവൻസി റെപ്രസെൻറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു സിമ്പിൾ കൊടുത്തിരുന്നു. പക്ഷേ സിമിലാരിറ്റി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ ആ കോൺഗ്രുവൻസീൻ്റെ മുകളിലുള്ള സാധനം മാത്രം, ഈ ഈക്വൽ സൈൻ ഇല്ല, ഈ ഒരു സെയിം ഷേപ്പാണെന്ന് കാണിക്കാൻ ഈ ഒരു സിമ്പിൾ മാത്രം യൂസ് ചെയ്യും. ട്രയാങ്കിൾ ADE സിമിലർ ടു. ഇനി നമ്മൾ നെയിം ചെയ്യുമ്പോൾ എങ്ങനെ കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് ചുമ്മാ ട്രയാങ്കിൾ ACB അല്ലെങ്കിൽ BCA എന്നൊന്നും പറയാൻ പറ്റില്ല. കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അതായത് ഈ ട്രയാങ്കിളിലെ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേണം ഇവിടെയുള്ള ട്രയാങ്കിളിലെ നെയിം നമ്മൾ കൊടുക്കാൻ. അതായത് ADE എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ ആംഗിൾ എന്തായാലും ഈക്വൽ ആയിരിക്കുമല്ലോ. ഈ A എന്ന് പറയുന്ന ആംഗിൾ രണ്ട് ട്രയാങ്കിളും കോമൺ ആണ്. അപ്പോൾ ഈ ആംഗിൾസ് എന്തായാലും ഈക്വൽ ആണ്. സോ ഇവിടെയും നമ്മൾ ഫസ്റ്റ് A കൊടുക്കണം. ഇവിടെ നമ്മൾ ഫസ്റ്റ് A കൊടുത്തിട്ടുണ്ടല്ലോ, ADE. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ടാമത്തെ ട്രയാങ്കിളുള്ള ആംഗിൾ എന്ന് പറയുന്നത് A ആണ്. ഇനി D എന്നുള്ള ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ Dക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഈക്വൽ ആയിട്ടുള്ളത് B എന്നുള്ള ആംഗിളാണ്. സോ ഞാൻ ഇവിടെ ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് B കൊടുക്കണം, തേർഡ് ആയിട്ടാണ് ഞാൻ C കൊടുക്കുക. സോ ട്രയാങ്കിൾ ADE ഈസ് സിമിലർ ടു ട്രയാങ്കിൾ ABC. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, റൈറ്റ്. ഇനി ഓക്കെ, നമ്മൾ സിമിലർ ട്രയാങ്കിൾസിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഈക്വൽ ആണ്. അപ്പോൾ ഏതൊക്കെ സൈഡ്സിൻ്റെ റേഷ്യോ എങ്ങനെയാണ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈക്വൽ ആംഗിൾസ് നോക്കിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ D എന്നുള്ള ആംഗിളാണ് നോക്കുന്നത്. ഈ ആംഗിളിന് ഈക്വൽ ആയിട്ടുള്ളത് B എന്നുള്ള ആംഗിളാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എടുക്കുക, AE/AC. AE/AC. അടുത്ത ഈക്വൽ ആംഗിൾ ഏതാ? E എന്നുള്ള ആംഗിളാണ് ഞാൻ എടുക്കുന്നത്. അതിന് ഈക്വൽ ആയിട്ട് രണ്ടാമത്തെ ട്രയാങ്കിൾ C എന്നുള്ള ആംഗിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് AD/AB. ദിസ് ഈസ് ഈക്വൽ ടു AD/AB ഈക്വൽസ്. നെക്സ്റ്റ് എന്താ? തേർഡ് സൈഡ് എന്ന് പറയുന്നത് ഏതാ? AEI/AD. അടുത്തത് ഈ ഒരു ആംഗിൾ, ഈ രണ്ട് ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് DE/BC.
DE/BC. സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഫിഗർ എന്നാണ് കേട്ടോ നമ്മൾ പോയത്. അതിനെ സെപ്പറേറ്റ് ചെയ്ത് വരച്ചു. ആ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സിമിലാരിറ്റി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞു. സിമിലാരിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആക്കി പറഞ്ഞു. യെസ്, അത് ഓക്കെയാണ്. ഇനി നിങ്ങൾ നോക്കി നോക്കുക, സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ റേഷ്യോ തന്നെയല്ലേ AD/DB ഇസ് ഈക്വൽ ടു AE/EC ആണല്ലോ, റൈറ്റ്? AD/DB എന്ന് പറയുന്നത് AE/ECനോട് ഈക്വൽ ആണ്. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറ്റും. AE/AC, AD/AB ഒക്കെ നമുക്ക് കണ്ടുപിടിച്ചൂടെ? AE/AC എന്ന് പറയുമ്പോൾ എന്താ വരിക? AE/AC, ഈ ടോട്ടൽ ലെങ്ത്. AE/ ഈ ടോട്ടൽ ലെങ്ത്, അതാണ് ഈ റേഷ്യോ എന്ന് പറയുന്നത്, AE/AC. അതേപോലെ AD/AB എന്ന് പറയുമ്പോൾ AD/ ഈ ടോട്ടൽ ലെങ്ത്, AD/ ഈ ടോട്ടൽ ലെങ്ത്. സോ വാട്ട് ഈസ് AD/AB? AD/AB എന്ന് പറയുന്നത് H/20 അല്ലേ? നിങ്ങൾ നോക്കുക, ഇത് AD എന്ന് പറഞ്ഞാൽ 8 ആണ്, AB എന്ന് പറഞ്ഞാൽ ടോട്ടൽ 8 + 12 20 ആണ്. സോ AD/DB എന്ന് പറഞ്ഞാൽ 8/20 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം, 2/5 എന്ന് പറഞ്ഞൂടെ? 2 × 4 ആണ് 8, 5 × 4 ആണ് 20. സോ 2/5 എന്ന് പറയാം. അതേപോലെ നിങ്ങൾ നോക്കുക, AE/EC നിങ്ങൾ ചെയ്ത് നോക്കുക. AE/EC ചെയ്താലും സെയിം തന്നെയാണ്. AE എന്ന് പറഞ്ഞാൽ 6 ആണ്, ആൻഡ് AE/AC ആണ് കേട്ടോ. അപ്പോൾ AE എന്ന് പറഞ്ഞാൽ 6 ആണ്, AC എന്ന് പറഞ്ഞാൽ ടോട്ടൽ 6 + 9 15 ആണ്. അപ്പോൾ 6/15 എന്ന് വരും. 6/15 ഇസ് ഈക്വൽ ടു 2/5 എന്ന് നമുക്ക് പറയാം, റൈറ്റ്? സോ അതെല്ലാം ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദിസ് ഈസ് ഈക്വൽ ടു 2/5. 2/5 ഇവരെല്ലാവരും ആരോട് ഈക്വലാണ്? 2/5നോട് ഈക്വലാണ്. 2/5നോട് ഈക്വലാണ്, റൈറ്റ്? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് BC ഈക്വൽ ടു, ദെൻ BC ഈസ് ഈക്വൽ ടു 2/5 ഓഫ് DE ആണോ, 5/2 ഓഫ് DE ആണോ, 3/2 DE ആണോ, 2/3 DE ആണോ? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. DEൻ്റെ ടേംസിൽ നമ്മൾ BCനെ പറയാൻ പറ്റണം. അപ്പോൾ നിങ്ങൾ എന്തെടുത്താൽ മതി? DE/BC ഈസ് ഈക്വൽ ടു 2/5 എന്നെടുക്കുക. ഇതാ ഇവിടെ ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ DE/BC ഈസ് ഈക്വൽ ടു 2/5. DE/BC ഈസ് ഈക്വൽ ടു 2/5. ഞാൻ ചുമ്മാ ഒന്ന് റെസിപ്രോക്കൽ എടുക്കുകയാണ്. അതിൻ്റെ റെസിപ്രോക്കൽ ഞാൻ എടുക്കുകയാണെങ്കിൽ BC/DE ഈസ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടുമല്ലോ. ഇനി നിങ്ങൾ ഈ ഒരു DEനെ ഇങ്ങോട്ടേക്ക് RHSലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ BC ഈക്വൽ ടു 5/2 ഇൻറ്റു DE. BC എന്ന് പറഞ്ഞാൽ എത്രയാ? DEൻ്റെ 5/2 ആണ്. DE എന്ന് പറഞ്ഞാൽ ഇതാണ്. DEൻ്റെ 5/2 ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? BC എന്നുള്ള ലെങ്ത് കിട്ടുക. അതായത് BC ഈസ് ഈക്വൽ ടു 5/2 ഓഫ് DE ആണല്ലോ. 5/2 ഓഫ് DE വിച്ച് ഈസ് ഓപ്ഷൻ B. ഓപ്ഷൻ B ആണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. 5/2 DE ആണ് റൈറ്റ് ആൻസർ. യെസ്, അത് ഓക്കെയാണ്, പക്കാണ്. സോ ഇതിൽ കുറച്ചൊരു മേ ബി കുറച്ച് ലെങ്തിയർ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം. അപ്പം മേ ബി ഒരു പ്രാവശ്യം കണ്ടാലൊന്നും ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, ക്ലിയർ ആവണമെന്നില്ല. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ, ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടെ റീവാച്ച് ചെയ്യുക. ഈ സെയിം പ്രോബ്ലം റീവാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഒരു നഷ്ടം അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം എന്താ, നമുക്ക് ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഒരുപാട് ചെയ്യാനുള്ളതാണ്. നമ്മൾ ഭാവിയിൽ എൻട്രൻസ് എക്സാമുകളൊക്കെ എഴുതേണ്ട ആൾക്കാരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? റീവാച്ച് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യുക? ഇതിൻ്റെ സൊല്യൂഷൻ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സൊല്യൂഷൻ കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു സൊല്യൂഷൻ നോക്കിയിട്ട് ചെയ്ത് നോക്കുക, റൈറ്റ്? ഒന്നുകൂടെ റീവാച്ച് ചെയ്ത് നോക്കുക മനസ്സിലാവാത്തവർ. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇൻ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR, angle A equal to angle P, AB/PQ is equal to AC/PR. By which criterion are the triangles similar? So രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ABC എന്ന് പറയുന്ന ട്രയാങ്കിളും PQR എന്ന് പറയുന്ന ട്രയാങ്കിളും. സോ ഈ രണ്ട് ട്രയാങ്കിൾസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ABC കൊടുത്തു, ദിസ് ഈസ് PQR. ഇത് രണ്ടും സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എയും പിയും ഈക്വൽ ആണ്. സിമിലർ ആണെന്ന് പറഞ്ഞിട്ടില്ല. ലൈക്ക് എയും പിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. A ഈക്വൽ ടു P. AB/PQ ഈക്വൽ ടു AB/PQ എന്ന് പറഞ്ഞാൽ AB/PQ ഈക്വൽ ടു AC/PR ആണ്. ഓക്കെ, AB/PQ എന്ന് പറഞ്ഞാൽ AC/PRനോട് ഈക്വൽ ആണ്. അതായത് ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സും ഈ ട്രയാങ്കിളിലെ രണ്ട് സൈഡ്സിൻ്റെയും റേഷ്യോനോട് ഈക്വൽ ആണ്. ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതാ ക്രൈറ്റീരിയൻ? ഈസിയാണ്. സൈഡ് ആംഗിൾ സൈഡ്, സൈഡ് ആംഗിൾ സൈഡ്, SAS ക്രൈറ്റീരിയൻ അല്ലേ? വിച്ച് ഈസ് ഓപ്ഷൻ C. സിമ്പിൾ അല്ലേ? സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ ക്രൈറ്റീരിയൻ ഏത് ക്രൈറ്റീരിയൻ ആണെന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. SAS ക്രൈറ്റീരിയൻ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. P and Q are the midpoints of the sides AB and BC respectively of triangle ABC, right angled at B. Let AQ square plus PC square equal to 5/K AC square. The value of K is. So എന്താ ക്വസ്റ്റ്യൻ നോടി നോക്കാം. PQ are the midpoints of the sides AB and BC respectively of triangle ABC, right angled at B. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ ABC ഉണ്ട്, B എന്നുള്ള
അവിടെയാണ് റൈറ്റ് ആംഗിൾ വന്നിട്ടുള്ളത്. സോ ഞാൻ ABC എന്നുള്ള റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് റൈറ്റ് ആംഗിൾ കൊടുക്കുക? ഇവിടെ 90 ഡിഗ്രി കൊടുത്തു. ദിസ് ഇസ് B. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് A ആൻഡ് ദിസ് ഇസ് C. സോ ഇതാണ് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഈ ABC എന്നുള്ള ട്രയാങ്കിൾ എന്താ പറഞ്ഞിട്ടുള്ളത്? PQR മിഡ് പോയിന്റ്സ് ഓഫ് AB ആൻഡ് BC. അപ്പോൾ ABൻ്റെ മിഡ് പോയിന്റ് ആണ് P, BCൻ്റെ മിഡ് പോയിന്റ് ആണ് ആര്? Q. സോ AB BC എന്ന് പറയുന്ന സൈഡ്സിൻ്റെ മിഡ് പോയിന്റ്സ് നമ്മൾ എടുത്തു. ഇനി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ let AQ square plus PC square equal to 5/k AC square. AQ square plus PC square. AQ എന്ന് പറഞ്ഞാൽ AQ ഇതാണ്, PC എന്ന് പറഞ്ഞാൽ PC ഇങ്ങനെയാണ്. സോ അത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാം. യെസ്, സോ AQ ഞാൻ കണക്ട് ചെയ്യാണ്, PC-യും ഞാൻ കണക്ട് ചെയ്തു. ഞാൻ ഡിഫറെൻറ്റ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. PC എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, റൈറ്റ്? സോ PC കണക്ട് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിയാൽ AQ സ്ക്വയർ പ്ലസ് PC സ്ക്വയർ ഈക്വൽ ടു 5/k AC സ്ക്വയർ. ഓക്കെ, അതിലേക്കൊക്കെ പോകുന്നതിൻ്റെ മുന്നേ, ഇതിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഈ ട്രയാങ്കിൾ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമല്ലോ. എന്താ കാര്യങ്ങൾ? നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് കുറച്ച് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ഉണ്ട്. ആദ്യം തന്നെ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. പിന്നെ നമുക്ക് ABQ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്, അല്ലേ? ഇതും റൈറ്റ് ആംഗിൾ തന്നെയാണ്, റൈറ്റ്? അതേപോലെ തന്നെ PCB എന്ന് പറയുന്ന ഇങ്ങനെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു 3 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമുക്ക് ഈ ഒരു ഫിഗറിൽ കാണാൻ പറ്റും. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം? പൈതഗോറസ് തിയറം അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ പൈതഗോറസ് തിയറം ഞാൻ അപ്ലൈ ചെയ്യാണ്. എന്താണ്? ഫസ്റ്റ് ഞാൻ എന്തെടുക്കാണ്? ട്രയാങ്കിൾ ABC എന്നുള്ള ട്രയാങ്കിൾ എടുത്തു വിചാരിക്കാം. ABC എന്നുള്ള ഈ വലിയ ട്രയാങ്കിൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ. അറിയുന്ന കാര്യങ്ങൾ എഴുതി വെക്കുക. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു AC സ്ക്വയർ. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് അവിടെ നിൽക്കട്ടെ. ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൊടുത്തു, റൈറ്റ്? ഇനി നെക്സ്റ്റ് നോക്കുക, ABQ എന്നുള്ള ട്രയാങ്കിൾ എടുത്തോ. അപ്പോൾ അവിടെ ആരൊക്കെയാണ്? AB സ്ക്വയർ പ്ലസ് BQ സ്ക്വയർ ഈക്വൽ ടു AQ സ്ക്വയർ. AB സ്ക്വയർ പ്ലസ് BQ സ്ക്വയർ ഈക്വൽ ടു AQ സ്ക്വയർ. നെക്സ്റ്റ് തേർഡ് ട്രയാങ്കിൾ PCB എന്ന് പറയുന്നത്. അപ്പോൾ PB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു PC സ്ക്വയർ. PB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽ ടു PC സ്ക്വയർ. ഇങ്ങനെ ഒരു 3 കാര്യങ്ങൾ നമുക്ക് ഈ 3 ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റും. പൈതഗോറസ് തിയറം യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് പറയാൻ പറ്റും, റൈറ്റ്? ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട AQ സ്ക്വയർ പ്ലസ് PC സ്ക്വയർ ഈക്വൽ ടു 5/k AC സ്ക്വയർ എന്നാണ്. അപ്പോൾ AQ സ്ക്വയർ പ്ലസ് PC സ്ക്വയർ നിങ്ങൾ ആഡ് ചെയ്യുക, റൈറ്റ്? AQ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഉണ്ടല്ലോ. AQ സ്ക്വയർ എന്ന് പറഞ്ഞാൽ AB സ്ക്വയർ പ്ലസ് BQ സ്ക്വയർ ആണ്. PC സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? PC സ്ക്വയർ ഇതവിടെ PB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ആണ്. സോ അത് രണ്ടും ഞാൻ ആഡ് ചെയ്യാണ്. AQ സ്ക്വയർ പ്ലസ് PC സ്ക്വയർ ഈക്വൽ ടു എന്താ വരിക? AB സ്ക്വയർ പ്ലസ് BQ സ്ക്വയർ പ്ലസ് PB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. AB സ്ക്വയർ ആണോ? യെസ്, AB സ്ക്വയർ പ്ലസ് BQ സ്ക്വയർ പ്ലസ് PB സ്ക്വയർ പ്ലസ് പിന്നെന്താ ലാസ്റ്റ് BC സ്ക്വയർ. ഓക്കെ, ഞാൻ എന്ത് കൊടുത്തു? AQക്ക് പകരം ഈ 2 ആൾക്കാരെ ആഡ് ചെയ്തു. PC സ്ക്വയറിന് പകരം PB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് കൊടുത്തു. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്, റൈറ്റ്? ഇനി നിങ്ങൾ നോക്കി നോക്കാം, ഇവിടെ AB സ്ക്വയർ പ്ലസ് പിന്നെ ആരുണ്ട്? AB സ്ക്വയറും ഉണ്ട്, BC സ്ക്വയറും ഉണ്ട്. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്താ? നോക്കിക്കേ, AC സ്ക്വയർ ആണ്. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ എന്ന് പറഞ്ഞാൽ AC സ്ക്വയറാണ്. അപ്പോൾ ഈ AB സ്ക്വയർ പ്ലസ് BC സ്ക്വയറിന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? AC സ്ക്വയർ പ്ലസ് ബാക്കി ആരാ ഉള്ളത്? അപ്പോൾ ഈ 2 ആൾക്കാരെ ഞാൻ കട്ട് ചെയ്തു. AB സ്ക്വയറും BC സ്ക്വയറും മാറ്റിയിട്ട് AC സ്ക്വയർ ആക്കി. ബാക്കിയുള്ള ആൾക്കാർ BQ സ്ക്വയർ പ്ലസ് PB സ്ക്വയർ ആണ്. ഇനി ഇതിനെയും നമ്മൾ എന്താക്കണം? AC സ്ക്വയറിൻ്റെ ടേംസിലേക്ക് മാറ്റണം. കാരണം എന്താ? ഇവിടെ 5/k AC സ്ക്വയർ എന്നാണുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ AC സ്ക്വയറിലേക്ക് കൊണ്ടുവരണം. എങ്ങനെയാണ് കൊണ്ടുവരാം? നിങ്ങൾ നോക്കുക, BQ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഇതാണ് BQ. ഈ Q എന്ന് പറയുന്ന ആരാ? BCൻ്റെ മിഡ് പോയിന്റാണ്. P എന്ന് പറയുന്ന ആരാ? ABൻ്റെ മിഡ് പോയിന്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ BQ എന്ന് പറയുന്ന ലെങ്ത് ഉണ്ടല്ലോ, ആ BQക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? BC/2 എന്ന് കൊടുത്തൂടെ? ഈ ടോട്ടൽ ഡിവൈഡ് ബൈ 2. കാരണം എന്താ? Q മിഡ് പോയിന്റ് ആണ്. സോ BQ ഈക്വൽ ടു, യു ക്യാൻ സേ BQ ഈക്വൽ ടു BC/2. BCൻ്റെ പകുതിയാണ് BQ. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇവിടെ ആരാ ഉള്ളത്? PB ആണല്ലോ ഉള്ളത്. സോ PB ഈക്വൽസ് PB എന്ന് പറഞ്ഞാൽ AB/2 എന്ന് പറഞ്ഞൂടെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ PB എന്ന് പറയുന്ന ലെങ്ത് ABൻ്റെ പകുതിയാണ്. കാരണം P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ AC സ്ക്വയർ പ്ലസ് BQനെ റീപ്ലേസ് ചെയ്തു. BQക്ക് പകരം BC/2 ഹോൾ സ്ക്വയർ. BC/2 ഹോൾ സ്ക്വയർ, റൈറ്റ്?
പി ബിക്ക് പകരം ആരാ? പി ബിക്ക് പകരം ഇതാ ഇവിടെയുള്ള എ ബി ബൈ ടു ഹോൾ സ്ക്വയർ, എ ബി ബൈ ടു ഹോൾ സ്ക്വയർ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക എ സി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ബൈ 4 പ്ലസ് എ ബി സ്ക്വയർ ബൈ 4 എന്ന് വരും. ഈ ബ്രാക്കറ്റ് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്വയർ ബി സിക്കും സ്ക്വയർ വരും, 2നും സ്ക്വയർ വരും. ഇവിടെ എ ബിക്കും സ്ക്വയർ വരും, 2നും സ്ക്വയർ വരും. സോ ബി സി സ്ക്വയർ ബൈ 4 പ്ലസ് എ ബി സ്ക്വയർ ബൈ 4 എന്ന് വരും. ഇനി ഇത് എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 4 എന്ന് വരും. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്താ? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എ സി സ്ക്വയർ ആണ്. സോ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിൽ ആരെ കൊടുക്കാം? എ സി സ്ക്വയറിന് കൊടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ പ്ലസ് ആണ്. റൈറ്റ്, എ സി സ്ക്വയർ പ്ലസ് ഇവിടെ ഒരു എ സി സ്ക്വയർ ഉണ്ട്, അത് ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് എന്താ? ഇതിന് പകരം എന്ത് കൊടുത്തു? എ സി സ്ക്വയർ ബൈ 4 എന്ന് കൊടുത്തു. എ സി സ്ക്വയർ ബൈ 4. സോ ദിസ് ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ബൈ 4 എന്ന് വരും. എ സി സ്ക്വയറിൻ്റെ കൂടെ എ സി സ്ക്വയർ ബൈ 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 എ സി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. ഒന്നുമില്ല, ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 5 എ സി സ്ക്വയർ ഡിവൈഡ് ബൈ 4, 5 എ സി സ്ക്വയർ ബൈ 4. അപ്പോൾ ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് കിട്ടി? 5 എ സി സ്ക്വയർ ബൈ 4നോട് ഈക്വൽ ആണെന്ന് കിട്ടി. 5 എ സി സ്ക്വയർ ബൈ 4 അല്ലെങ്കിൽ എങ്ങനെ പറയാം? അല്ലെങ്കിൽ 5 ബൈ 4 എ സി സ്ക്വയർ, 5 ബൈ 4 എ സി സ്ക്വയർ. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് എ ക്യൂ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ. എ ക്യൂ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ ആണ് നമുക്ക് 5 ബൈ 4 എ സി സ്ക്വയർ എന്ന് കിട്ടിയത്. അപ്പോൾ എ ക്യൂ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ബൈ കെ എ സി സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 5 ബൈ 4 എ സി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ ഒബ്വിയസ്ലി കെ ഈക്വൽ ടു 4. കെ ഈക്വൽ ടു 4 വിച്ച് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക. യെസ്, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ പൈതഗോറസ് തിയറം മാത്രമാണ് യൂസ് ചെയ്തത് അല്ലേ? പൈതഗോറസ് തിയറം എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം വളരെ എളുപ്പമായിട്ടുള്ളൊരു തിയറാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ എന്ത് വിചാരിക്കും? ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലെവൽ കൂടുന്നുണ്ട്, ഡിഫിക്കൽട്ട് ആവുന്നുണ്ട് അല്ലേ? ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് നമ്മൾ എഴുതണം. എഴുതിയിട്ട് അതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇങ്ങനെയുള്ള ആൻസേഴ്സ് ചെയ്യേണ്ടതുണ്ട്. സോ കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ. റൈറ്റ്, സോ ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ എ ബി സി ഇൻ വിച്ച് angle A is equal to 90 degree if AD is perpendicular BC, AD യും BC യും perpendicular ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, then the correct statement is. So ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ട്രയാംഗിൾ എ ബി സി എടുത്തു. ആംഗിൾ എ എന്ന് പറയുന്നത് 90നോട് ഈക്വൽ ആണ്. സോ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ചു. യെസ്, ആൻഡ് ദിസ് ആംഗിൾ ഈസ് 90 degree. എ ബി സി, എ ഡി ഈസ് പെർപെൻഡിക്കുലർ ബി സി. അപ്പോൾ ബി സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എ ഡി വരയ്ക്കാം. അപ്പോൾ എ ഡി എന്നുള്ള ലൈൻ ഞാൻ ഇങ്ങനെ വരച്ചു, ബി സിക്ക് പെർപെൻഡിക്കുലറാണ്. റൈറ്റ്, സോ ഇവിടെ വരച്ചു, എ ഡി ഇതാ ഇങ്ങനെ വരച്ചു. സോ എ ഡി വരച്ചു. എ ഡി ബി സിക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. റൈറ്റ്, യെസ്, അപ്പോൾ അത് സെറ്റാണ്. ഇനി എന്താ പറഞ്ഞാൽ ദെൻ ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. സോ ഇവിടെ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എ ബി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഡി സി, എ ബി സ്ക്വയർ ഈക്വൽ ടു ബി ഡി ഇൻറ്റു എ ഡി. എ ബി സ്ക്വയർ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എ ബി സ്ക്വയർ എന്താണെന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറച്ച് ട്രയാങ്കിൾസ് കാണാൻ പറ്റും. ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? സപ്പോസ് ഇതിനെ ഞാൻ കുറച്ച് ഇവിടെ നമുക്ക് എ ബി സി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ട്രയാങ്കിൾ ഉണ്ട്, വലിയ ട്രയാങ്കിൾ. പിന്നെ നമുക്ക് എ ബി ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ടല്ലോ. അങ്ങനെ ഒരു 3 ട്രയാങ്കിൾസ് നമുക്ക് കിട്ടും. സോ ആ 3 ട്രയാങ്കിൾസ് ഞാനൊന്ന് ജസ്റ്റ് റീഡ്രോ ചെയ്യുന്നുണ്ട്. യെസ്, ഫസ്റ്റ് ഞാൻ എ ബി സി എന്ന് പറയുന്ന സെയിം ട്രയാങ്കിൾ തന്നെ ഒന്നുകൂടെ വരച്ചു. യെസ്, ഇത് എ ബി സി. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു എ ബി ഡിനെ ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. എ ബി ഡി. പിന്നെ ഞാൻ എ ഡി സിനെയും മാറ്റി വരയ്ക്കുന്നു, എ ഡി സിനെയും മാറ്റി വരച്ചു. റൈറ്റ്, സോ ഇവിടെ ഞാൻ എ ഡി സി കൊടുത്തു, എ ഡി സി. ഇങ്ങനെ 3 ട്രയാങ്കിൾസ് നമുക്ക് അവിടെ ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? എ ഡി സി കാണുന്നുണ്ടല്ലോ. യെസ്, എ ഡി സി 3 ട്രയാങ്കിൾസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ 3 ട്രയാങ്കിൾസിൽ നിങ്ങൾ നോക്കുക, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്, ഇവിടെയുള്ള ഡി 90 ഡിഗ്രിയാണ്, ഇവിടെയുള്ള ആംഗിളും 90 ഡിഗ്രിയാണ്. ഇങ്ങനെ 3 ആംഗിൾസ് കിട്ടും. പിന്നെ നിങ്ങൾ നോക്കുക, ഈ ഫസ്റ്റ് 2 ട്രയാങ്കിൾസ് മാത്രം കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി ഈ ട്രയാങ്കിളിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഈ 2 ട്രയാങ്കിൾസ് ഉണ്ടല്ലോ, ഈ ഫസ്റ്റ് 2 ട്രയാങ്കിൾസ് നോക്കുമ്പോൾ ഈ എ എന്നുള്ള ആംഗിളും ഡി എന്നുള്ള ആംഗിളും ഈക്വലാണ്.
പിന്നെ നിങ്ങൾ നോക്കുക ബി എന്നുള്ള ആംഗിൾ, രണ്ടിടത്തും ബി എന്നുള്ള ആംഗിൾ വരുന്നുണ്ട്. അപ്പോൾ രണ്ടിടത്തും സെയിം ആംഗിൾ ആണല്ലോ ബി. ആ ബി എന്ന് പറയുമ്പോൾ ഇതും ഈക്വൽ ആയിരിക്കും. സോ ഞാൻ ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. സോ ഈ രണ്ട് ട്രയാങ്കിൾസ് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. സോ വി ക്യാൻ സേ ബൈ എ സിമിലാരിറ്റി. എ സിമിലാരിറ്റി യൂസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാൻ പറ്റും? ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളും പിന്നെ ഏതാ ABC എന്ന് നമ്മൾ നെയിം ചെയ്ത് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ആംഗിളിന് ഈക്വൽ ആയിട്ട് ഇവിടെ ഡി എന്നുള്ള ആംഗിളാണ്. സോ അത് കൊടുക്കുക, ട്രയാങ്കിൾ ഡി. പിന്നെ ഏതാ ബി എന്നുള്ള ആംഗിൾ അല്ലെ, ബി ആണ് ഇവിടെ സെക്കൻഡ് കൊടുത്തത്. അപ്പോൾ ബി എന്നുള്ള ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള ആംഗിൾ ബി തന്നെയാണ്. സോ ഡി ബി. പിന്നെ ആരാ മൂന്നാമത്തെ എന്ന് പറയുന്നത് എ ആണ്. സോ ഡി ബി എ എന്ന് വരും. അപ്പോൾ ട്രയാങ്കിൾ ABC ഈസ് DBA. ട്രയാങ്കിൾ ABC ഈസ് സിമിലർ ടു ട്രയാങ്കിൾ DBA എന്ന് നമുക്ക് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇന്ന് നോക്ക്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സൈഡ്സിൻ്റെ റേഷ്യോസ് പറയാൻ പറ്റും. സൈഡ്സിൻ്റെ റേഷ്യോസ് പറയുമ്പോൾ എങ്ങനെയാണ് പറയാം? AB ഡിവൈഡ് ബൈ DB ഈസ് ഈക്വൽ ടു. സൈഡ്സിൻ്റെ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് നോക്കുക. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ആംഗിൾസ്. ഇവിടെ 90ൻ്റെ ഓപ്പോസിറ്റ് BC ആണ്, ഇവിടെ 90ൻ്റെ ഓപ്പോസിറ്റ് AB ആണ്. സോ BC ബൈ AB എന്ന് വരും, റൈറ്റ്? BC ബൈ AB അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റെപ്രസെൻറ്റേഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൈഡ്സിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ്? AB ബൈ DB ഈസ് ഈക്വൽ ടു AB ഡിവൈഡ് ബൈ DB ഈസ് ഈക്വൽ ടു BC ഡിവൈഡ് ബൈ BA. ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. BC ബൈ BA ഈസ് ഈക്വൽ ടു പിന്നെന്താ വരിക? ഇവിടെ ഇങ്ങനെ എടുക്കുക, AC ഡിവൈഡ് ബൈ DA. AC ബൈ DA എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? AB ഡിവൈഡ് ബൈ DB ഈസ് ഈക്വൽ ടു BC ഡിവൈഡ് ബൈ BA ഈസ് ഈക്വൽ ടു AC ഡിവൈഡ് ബൈ DA. ഇങ്ങനെ നമുക്ക് ആ ഒരു റെപ്രസെൻറ്റേഷൻ പറയാം. ഇനി നിങ്ങൾ ആംഗിൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സിൻ്റെ റേഷ്യോ ഇതുപോലെ എഴുതി നോക്കിയാലും സെയിം തന്നെയാണ് വരിക. മേ ബി BA എന്നുള്ളത് നമ്മൾ AB എന്ന് എഴുതും, രണ്ടും സെയിം തന്നെയാണ്, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരിക. ഇനി നിങ്ങൾ നോക്കുക, നമുക്ക് വേണ്ടത് AB സ്ക്വയർ ആണ്. AB സ്ക്വയർ എന്ന് പറയുമ്പോൾ രണ്ട് AB വരുന്ന ഇക്വേഷൻസ് ഏതാ? ഇവിടെ ഒരു AB വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരു ABയും വരുന്നുണ്ട്. സോ ഈ ഫസ്റ്റ് രണ്ട് ആൾക്കാരെ മാത്രം നമ്മൾ എടുക്കുക, റൈറ്റ്? നിങ്ങൾക്ക് കാണുന്നില്ല? യെസ്, ഫസ്റ്റ് രണ്ട് ആൾക്കാരെ ഈ AB ബൈ DB ഈക്വൽ ടു BC ബൈ BA. ഇങ്ങനെ ഈ രണ്ട് ആൾക്കാരെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. AB ബൈ DB ഈസ് ഈക്വൽ ടു BC ബൈ BA. BC ബൈ BAക്ക് പകരം ഞാൻ എന്താ കൊടുക്കുന്നത് വെച്ചാൽ AB എന്ന് തന്നെ കൊടുക്കും. BA എന്ന് പറഞ്ഞാലും AB എന്ന് പറഞ്ഞാലും കണക്കാണ്. സോ ഇവിടെ എനിക്ക് AB സ്ക്വയർ ഈക്വൽ ടു BC ഇൻറ്റു BD നമുക്ക് പറയാം. ഈ DBനെ ഞാൻ മാറ്റി BD എന്നാക്കുകയാണ്. സോ BC ഇൻറ്റു BD. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. AB സ്ക്വയർ ഈക്വൽ ടു BC ഇൻറ്റു BD. AB സ്ക്വയർ ഈക്വൽ ടു BC ഇൻറ്റു BD, റൈറ്റ്? ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരിക. സോ നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ നമ്മൾ ഈ ഫസ്റ്റ് രണ്ട് ട്രയാങ്കിൾസ് മാത്രമാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, അല്ലേ? ഈ മൂന്നാമത്തെ ട്രയാങ്കിളുടെ ആവശ്യം നമുക്ക് വന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ, റൈറ്റ്? ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഇപ്പം AB സ്ക്വയറിന് പകരം നിങ്ങളോട് ചോദിക്കുകയാണ് AC സ്ക്വയർ ചോദിച്ചു, റൈറ്റ്? AC സ്ക്വയർ ചോദിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ട്രയാങ്കിളും ഈ തേർഡ് ട്രയാങ്കിളും കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ AB എന്ന് പറയുന്ന സൈഡ്, അല്ലെങ്കിൽ AB സ്ക്വയർ AB എന്ന് പറയുന്ന സൈഡ് ഈ രണ്ട് ട്രയാങ്കിൾസിലുമാണ് കോമൺ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് എടുത്തത്. ഇനിയിപ്പോൾ AC സ്ക്വയർ എന്നാണ് ഇവിടെ ചോദിച്ചതെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ ഫസ്റ്റ് ട്രയാങ്കിളും തേർഡ് ട്രയാങ്കിളും കൺസിഡർ ചെയ്യും. കാരണം അവിടെയാണ് ഇവിടെ AC ഉണ്ട്, ഇവിടെ AC ഉണ്ട്. രണ്ട് AC ഏതിലാണ് വരുന്നത്? ആ രണ്ട് ട്രയാങ്കിൾസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ അതിന് ആ ഒരു ട്രയാങ്കിൾസ് നോക്കിയിട്ട് ആ ലോജിക്ക് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, റൈറ്റ്? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ ദ ഏരിയാസ് ഓഫ് ടു സിമിലർ ട്രയാങ്കിൾസ് ആർ 81 സെൻറ്റിമീറ്റർ സ്ക്വയർ ആൻഡ് 49 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദ റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് ഈസ്. സോ രണ്ട് ട്രയാങ്കിൾസ്, ഇപ്പോൾ ഞാൻ ഈ ഒരു ട്രയാങ്കിൾ ABC എന്നും ട്രയാങ്കിൾ PQR എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 81 ഡിവൈഡ് ബൈ 49 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 81 സെൻറ്റിമീറ്റർ സ്ക്വയർ, 49 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദ റേഷ്യോ ഓഫ് ദെയർ കറസ്പോണ്ടിങ് സൈഡ്സ് ആണ് ചോദിച്ചത്. നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സൈഡ്സിൻ്റെ റേഷ്യോൻ്റെ സ്ക്വയർ ചെയ്തതായിരിക്കും. അതായത് ഇപ്പോൾ ഇവിടെ ABയും PQയുമാണ് രണ്ട് ട്രയാങ്കിൾസിലെ കറസ്പോണ്ടിങ് സൈഡ്സ് എങ്കിൽ അതിൻ്റെ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും എന്ത്? ഇങ്ങനെ സ്ക്വയർ ചെയ്തതിന് ഈക്വൽ ആയിരിക്കും ദിസ് 81 ബൈ 49, അല്ലെങ്കിൽ ഏരിയാസിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് സൈഡ്സിൻ്റെ റേഷ്യോനെ സ്ക്വയർ ചെയ്തതിനോട് ഈക്വൽ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? AB ബൈ PQ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ബൈ 49 ആണ്. ഇതിൽ നമുക്ക് സൈഡ്സിൻ്റെ റേഷ്യോ ആയിട്ടുള്ള AB ബൈ PQ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 81 ബൈ 49 എന്ന് പറഞ്ഞൂടെ, റൈറ്റ്? ഇതിൻ്റെ സ്ക്വയർ ആണ് ഇതെങ്കിൽ
എന്താണ് ഇതിനെ റൂട്ട് ചെയ്താൽ നമുക്ക് AB/PQ കിട്ടും. സോ 81നെ റൂട്ട് ചെയ്യുക 9/49നെ റൂട്ട് ചെയ്താൽ 7 എന്ന് കിട്ടും. സോ സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 9/7 ആയിരിക്കും, അല്ലെങ്കിൽ 9:7 ആണെന്ന് പറയാൻ പറ്റും. 9:7. ദിസ് ഇസ് അവർ ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of the areas of two similar triangles is 16/25, then the ratio of their corresponding medians is. So ഏരിയാസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. ഏരിയാസിൻ്റെ റേഷ്യോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ PQR. ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? 16/25 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈഡ്സ് കറസ്പോണ്ടിങ് സൈഡ്സ് ആണെങ്കിൽ AB/PQ ഹോൾ സ്ക്വയറിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ ആയിരിക്കും എന്ത് മീഡിയൻസിൻ്റെ കേസിലും. മീഡിയൻസിന് സ്ക്വയർ ചെയ്തതിനോട് ഈക്വൽ ആയിരിക്കും എന്ത് ഇതെന്ന് പറയുന്നത്. മീഡിയൻസിൻ്റെ റേഷ്യോ നമ്മൾ എടുത്തിട്ട് സ്ക്വയർ ചെയ്തതിനോട് ഈക്വൽ ആയിരിക്കും ഏരിയാസിൻ്റെ റേഷ്യോ. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സൈഡ്സിൻ്റെ റേഷ്യോയും മീഡിയൻസിൻ്റെ റേഷ്യോയും ഈക്വൽ ആണ്. സൈഡ്സിൻ്റെ റേഷ്യോ മീഡിയൻസിൻ്റെ റേഷ്യോ ഈക്വൽ ആണെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയാസിൻ്റെ റേഷ്യോ കിട്ടും. അതേപോലെ തന്നെ മീഡിയൻസിൻ്റെ റേഷ്യോ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയാസിൻ്റെ റേഷ്യോ കിട്ടും. സോ മീഡിയൻസിൻ്റെ റേഷ്യോ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ഏരിയാസിൻ്റെ റേഷ്യോ കിട്ടും. അല്ലെങ്കിൽ സൈഡ്സിൻ്റെ റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. AB/PQ ഈസ് ഈക്വൽ ടു √16/25. ഇത് തന്നെ ആയിരിക്കും എന്ത് √16/25 എന്ന് പറഞ്ഞാൽ 4/5 എന്ന് കിട്ടും. ഇത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ 4:5 സൈഡ്സിൻ്റെ റേഷ്യോ തന്നെയായിരിക്കും മീഡിയൻസിൻ്റെ റേഷ്യോ. സോ 4:5 ഈസ് അവർ ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. സോ മീഡിയൻസിൻ്റെ റേഷ്യോ അത് ഈക്വൽ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ദ ഹൈപ്പോട്ടന്യൂസ് ഈസ് 13 cm ആൻഡ് വൺ സൈഡ് ഈസ് 5 cm. ദ ലെങ്ത് ഓഫ് അതർ സൈഡ് ഈസ്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ പൈതഗോറസ് തിയറം മാത്രം അങ്ങോട്ട് യൂസ് ചെയ്യാം. യെസ്, ഇതെന്താണ്? ഹൈപ്പോട്ടന്യൂസ് 13 cm ആണ് ആൻഡ് വൺ സൈഡ് ഈസ് 5 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സൈഡ് എന്തായിരിക്കും? ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് എത്രയാണ് ആൻസർ എന്ന് നോക്കുക. ഇവിടെ 13ഉം 5 ആണെങ്കിൽ എന്തായിരിക്കും? എത്ര ആയിരിക്കും ആൻസർ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആൻ ഇക്വലാറ്ററൽ ട്രയാംഗിൾ ഓഫ് സൈഡ് 2A ദ ലെങ്ത് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് ഈസ്. സോ ഞാനിവിടെ ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ഇവിടെ കൺസിഡർ ചെയ്തു. നമുക്കറിയാം ഇക്വലാറ്ററൽ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ എല്ലാ സൈഡും എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം 60 കൊടുത്തു. സൈഡ് എന്ന് പറയുന്നത് 2A എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ 2A എന്നുള്ള സൈഡ് കൊടുത്തു എല്ലായിടത്തും. ഇനി ലെങ്ത് ഓഫ് ദി ഓൾട്ടിറ്റ്യൂഡാണ് ചോദിച്ചത്. സോ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചു. ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ആണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ്. യെസ്, സോ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ദിസ് ഇസ് 90 ഡിഗ്രി, ദിസ് ഇസ് 90 ഡിഗ്രി. റൈറ്റ്, അപ്പോൾ ഓൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇക്വലാറ്ററൽ ട്രയാംഗിൾ ആണിത്. ഇക്വലാറ്ററൽ ട്രയാംഗിളിൽ നമ്മളൊരു ഓൾട്ടിറ്റ്യൂഡ് വരച്ചു കഴിഞ്ഞാൽ ആ ഓൾട്ടിറ്റ്യൂഡ് ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് സൈഡിനെ ബൈസെക്ട് ചെയ്യുമെന്ന് പറയാം. അപ്പോൾ ഈ ഓൾട്ടിറ്റ്യൂഡ് ഈ സൈഡിനെ ബൈസെക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇത് ഇവിടെ ഈ ഒരു സെയിം ഇതും സെയിം ആയിരിക്കും, രണ്ടും A ആയിരിക്കും. സോ എങ്ങനെയാണ് അത് ബൈസെക്ട് ചെയ്യുന്നത്? ആക്ച്വലി അത് എങ്ങനെയാണ് വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ എങ്ങനെയാണ് അത് ബൈസെക്റ്റഡ് ആവുന്നത് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 2 ട്രയാംഗിൾസ് ഫോം ആവുന്നുണ്ട്. ആ 2 ട്രയാംഗിൾസിലും എന്താണ് ഈ ഒരു സൈഡ് ഇപ്പോൾ ഇവിടെ 2A ആണ്, ഇവിടെ എത്ര വരാം? ഇവിടെ 60യും ഇവിടെ 90യും ആണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. അതേപോലെ തന്നെ ഇവിടെ 60 ഇവിടെ 90, ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. സോ ആ 2 ട്രയാംഗിൾസിലും ഈ ഒരു ആംഗിൾ 30യും ഇവിടെയുള്ള 60യും ഇവിടെയുള്ള 30യും ഇവിടെയുള്ള 60യും ഈക്വൽ ആണ്. ഇൻക്ലൂഡഡ് സൈഡ് ആയിട്ടുള്ള ഈ സൈഡ് 2A ആണ്, ഈ സൈഡ് 2A ആണ്. അപ്പോൾ ഈ 2 ട്രയാംഗിൾസ് ഇങ്ങനെ 2 ട്രയാംഗിൾസ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ SAS ക്രൈറ്റീരിയ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ 2 ട്രയാംഗിൾസും കോൺഗ്രുവൻറ്റ് ട്രയാംഗിൾസ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയാണ് എന്ത് ഈ 2 ട്രയാംഗിൾസും കോൺഗ്രുവൻ്റ് ആവുന്നത്. അങ്ങനെയാണ് ഈ സൈഡും കറസ്പോണ്ടിങ് സൈഡ് ആയിട്ടുള്ള ഈ 2 സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് A എന്ന് കിട്ടും, ഇവിടെയും A എന്ന് കിട്ടും. റൈറ്റ്, അതൊക്കെയാണ്. ഇനി എന്ത് ചെയ്താൽ മതി? ഇനി പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ആൾട്ടിറ്റ്യൂഡ് എത്രയാണെന്ന് കിട്ടും. പൈതഗോറസ് തിയറം യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ട്രയാംഗിൾ മാത്രം കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഒരു ട്രയാംഗിൾ, ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് 2A ആണ്, ഒരു സൈഡ് A ആണ്. സോ മറ്റേ സൈഡ് എത്രയായിരിക്കും? 2A ഹോൾ സ്ക്വയർ മൈനസ് A സ്ക്വയറിൻ്റെ റൂട്ട് എടുത്തതായിരിക്കും. സോ ദിസ് ഇസ് ഈക്വൽ ടു 4A സ്ക്വയർ മൈനസ് A സ്ക്വയറിൻ്റെ റൂട്ട്. ദിസ് ഇസ് ഈക്വൽ ടു 3A സ്ക്വയറിൻ്റെ റൂട്ട് വിച്ച് ഈസ് ഈക്വൽ ടു √3A എന്ന് വരും. √3A, ഈ 3A സ്ക്വയറിന് മുഴുവനായിട്ടാണ് റൂട്ട് ഉള്ളത്. സോ A സ്ക്വയറിന് നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ A എന്ന് കിട്ടും, √3A എന്ന് കിട്ടും. √3 അല്ലെങ്കിൽ A√3 ആണ് നമ്മളുടെ ആൻസർ വരിക, വിച്ച് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് അവർ റൈറ്റ് ആൻസർ. യെസ്, ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ ഒരു സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ട്. BD ഈസ് പെർപെൻഡിക്കുലർ AC, ദെൻ
എ ബി സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇപ്പോൾ ബി ഡി സ്ക്വയർ ആണ് ചോദിച്ചത്. സോ നിങ്ങൾ ആ ട്രയാങ്കിൾ വരച്ച് നോക്കുക, 3 സെപ്പറേറ്റ് ട്രയാങ്കിൾസ് ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് അതിൽ ബി ഡി സ്ക്വയർ നമുക്ക് കിട്ടണമെങ്കിൽ ഏതൊക്കെ ട്രയാങ്കിൾസ് ആണ് എടുക്കേണ്ടത് എന്ന് ലോജിക്കലി നിങ്ങൾ തിങ്ക് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ചെയ്യണം. ഹോംവർക്ക് ആണ്, എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ലപോലെ ക്ലിയർ ആയി വരിക. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇതിപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. റൈറ്റ്, നമ്മൾ ഒരു പ്രാവശ്യം ചിലപ്പം കണ്ടാൽ മനസ്സിലാവാത്ത, ഒരു പ്രാവശ്യം ചെയ്തു നോക്കിയാൽ മനസ്സിലാവാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, മാത്സിൻ്റെ കേസിൽ എസ്പെഷ്യലി നമ്മൾ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ കൂടുതലായിട്ട് പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി ഒക്കെ പ്രോബ്ലംസിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് നേടിയെടുക്കാൻ പറ്റും. റൈറ്റ്, സോ നിങ്ങളുടെ NSMCയുടെ പ്രിപ്പറേഷൻ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഓക്കെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ത്രൂ ചോദിക്കാവുന്നതാണ്. റൈറ്റ്, അതേപോലെ തന്നെ NSMC ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത സ്റ്റുഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. ഒരുപാട് സ്റ്റുഡൻസ് എഴുതുന്ന എക്സാമാണ്. റൈറ്റ്, ആയിരക്കണക്കിന് കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഒരു കോമ്പറ്റീവ് എക്സാമിനുള്ള ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ പ്രായത്തിലേക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. ക്ലാസ് 5 മുതൽ 10 വരെയുള്ള സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ വീട്ടിലുള്ള അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടൊക്കെ ഈ എക്സാം നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിക്കുക. രജിസ്റ്റർ ചെയ്യാത്തവർ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ് കാണാം. ബൈ ഓൾ.